മഹോന്നതദേവൻ പരനെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ പരിശുദ്ധൻ മഹോന്നതദേവൻ പരനെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ ഹല്ലേലൂയ 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 അവനത്ഭുതമന്ത്രിയാം ദൈവം നിത്യതാതനും വീരനാം ദൈവം ഉന്നത ദേവൻ നീതിൻ സൂര്യൻ രാജാവിരാജനാം മിശിഹാ അവനത്ഭുതമന്ത്രിയാം ദൈവം നിത്യതാതനും വീരനാം ദൈവം ഉന്നത ദേവൻ നീതിൻ സൂര്യൻ രാജാതിരാജനാം മിശിഹാ ഹല്ലേലൂയ 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 സൈന്യവുമായി മേഘാരൂഢനായി വരും നിതാവിരവിൽ തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മിശിഹാ കോടാകോടിതൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരും നിതാവിരവിൽ തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മിശിഹാ ഹല്ലേലൂയ 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 പരിശുദ്ധൻ മഹോന്നതദേവൻ പരനെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ പരിശുദ്ധൻ മഹോന്നതദേവൻ പരനെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
കർത്താവേ, അങ്ങ് മഹോന്നതനായ ദൈവമേ, ഇന്ന് പകല് ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നതിനായി, ഇന്ന് പകല് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനായി, ഓരോ കുടുംബത്തിന്റെ ആവശ്യത്തിന്മേലും ഓരോ കുടുംബത്തിന്റെ ഭാരത്തിന്മേലും ഇന്ന് പരിശുദ്ധനായ ദൈവമേ അങ്ങയുടെ കൃപ വെളിപ്പെടുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവേ. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവേ. ദൈവമഹത്വം വെളിപ്പെടുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവേ. ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കണേ അപ്പ. ദൈവമേ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കണേ അപ്പ. ഇന്ന് ഞങ്ങളെ മധ്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. ദൈവം ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവം ഞങ്ങളെ സംസാരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി മുട്ടക്കിണറ്റിൽ നിന്ന് കർത്താവേ, ദൈവത്തിന്റെ വെളിപ്പാടുകളും ദർശനവും ദൈവത്തിന്റെ ദൂതുമുള്ളവരെ മുട്ടക്കിണറ്റി കൊണ്ടിട്ടാലും അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമേ കർത്താവേ, ഇന്ന് ചില പുട്ടക്കിണറ്റിന്റെ അവസ്ഥകൾ, ദൈവമേ കർത്താവേ, എന്താണ് ഒരു മറുപടി, എങ്ങനെയാണ് ഒരു മറുപടി, എങ്ങനെയാണ് ഒരു അത്ഭുതം, എങ്ങനെയാണ് ഒരു വിടുതൽ, ഇന്ന് ആഗ്രഹിച്ച് പുട്ടക്കിണറ്റി കിടക്കുന്ന ചില അവസ്ഥകൾ ഇന്ന് പകരം ദൈവം മാറ്റുന്നതിനായി സ്തോത്രം. യോസേഫിന്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്ത മാറ്റം പോലെ ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച സ്വർഗീയ ദൈവമേ, ഞങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു ദൂതുകളും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും കാഴ്ചപ്പാടുകളും ഞങ്ങളുടെ മേൽ കിടക്കുന്ന കാലത്തോളം ഞങ്ങളെ ആർക്കും പൊട്ടക്കിണറ്റിൽ ഇടുവാൻ കഴിയത്തില്ല കർത്താവേ. ഞങ്ങൾ ഒരിക്കലും പൊട്ടക്കിണറ്റിൽ വീണുപോകത്തില്ല കർത്താവേ. പൊട്ടക്കിണറ്റിൽ വീഴുന്ന അവസ്ഥകളിൽ നിന്ന് മാറ്റം നൽകുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ഇന്ന് പകൽ ആരാധിക്കുന്നത്, ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത്. എങ്ങനെ ഞങ്ങൾ പൊട്ടക്കിണറ്റിൽ കിടക്കുന്നവരല്ല, ഞങ്ങൾ പുറത്ത് വരേണ്ടവരാണ് കർത്താവേ. ഇന്ന് ശബ്ദം കൊണ്ടുവരുന്ന എല്ലാ പൊട്ടക്കിണറ്റിന്റെ അവസ്ഥകളും ഇന്ന് പകൽ ഓരോ കുടുംബത്തിൽ നിന്നും അഴിഞ്ഞു മാറട്ടെ, ഓരോ കുടുംബത്തിൽ നിന്നും അവസ്ഥകൾ മാറട്ടെ. ഇന്ന് പകല് ദൈവത്തിന്റെ വലിയ തേജസ് ഓരോ കുടുംബവും ഒന്ന് പ്രാപിച്ചു വരട്ടെ, ദൈവത്തിന്റെ മഹത്വം ഒന്ന് പ്രാപിച്ചു വരട്ടെ, ദൈവത്തിന്റെ അത്ഭുതം ഒന്ന് പ്രാപിച്ചു വരട്ടെ. ഇന്ന് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോകാൻ കഴിയുന്ന അധികാരമില്ല, ഒരു പദ്ധതിയോ ഞങ്ങളെ ജയിക്കുന്നില്ല. സഹോദരങ്ങൾ നിങ്ങളെ മറന്നുപോയാൽ, ബന്ധുമിത്രാദികൾ നിങ്ങളെ മറന്നുപോയാൽ, മാതാപിതാക്കൾ നിങ്ങളെ മറന്നുപോയാൽ, ദേശം നിങ്ങളെ മറന്നുപോയാലും മറന്നുപോകാത്തൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അമികാലിലെ പൊട്ടക്കിണറ്റിലേക്ക് സ്വന്തം സഹോദരങ്ങൾ തള്ളിയിടുമ്പോഴും കർത്താവേ, നീ ഒരിക്കലും അമികാലിലെ സ്തോത്രം മുന്നോട്ട് വരുവാൻ കഴിയത്തില്ല. അമികാലിലെ സ്തോത്രം നീ മരിച്ചു പോകത്തേയുള്ളൂ എന്ന് പറഞ്ഞ് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുമ്പോഴും ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു, യോസേഫിനെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. കാര്യം ദൂത് പറഞ്ഞവൻ വിശ്വസ്തനാ. അവൻ ദൂത് പറഞ്ഞവൻ വിശ്വസ്തനാ. യോസേഫിനെ കുറിച്ച് ഒരു ദൈവത്തിന്റെ ദൂതുണ്ട്. യോസേഫിനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ ആർക്കും തടയുവാൻ കഴിയത്തില്ല. ഇത് പ്രിയ ദൈവവൈദ്യരെ ഇന്ന് പകലൊന്ന് ഓർത്തു വെക്ക്. നിന്റെ ദൂതിനെ, നിന്റെ വാഗ്ദത്തങ്ങളെ ഒരു വ്യക്തിക്കും തടയുവാൻ കഴിയത്തില്ല. നിന്നെ വിളിച്ചവൻ ദൈവമാ, നിന്നെ വിളിച്ചവൻ കർത്താവായ യേശുവാ. എങ്കിൽ നിന്റെ ദൂതിനെ തടയുവാൻ, നിനക്ക് ദൂത് തന്നത് യേശുവാണെങ്കിൽ ആ ദൂതിനെ തടയുവാൻ ഇന്ന് പകല് ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ചിലവർ നിരാശ വാക്കുകൾ കേൾക്കുമ്പോൾ, ചിലവർ അപമാന വാക്കുകൾ കേൾക്കുമ്പോൾ, ചിലവർ നിങ്ങളെ ലജ്ജിപ്പിക്കുമ്പോ, പരിഹസിപ്പിക്കുമ്പോ പതറി പോവല്ലേ. ആമികാല ഇന്ന് പകല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾ ആ ദൂതിനെ മുറുകെ പിടി. പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം, യോസേഫിനെ, പൊട്ടക്കിണറ്റിൽ കിടന്ന യോസേഫിനെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം, കാരാഗൃഹത്തിനകത്ത് കിടന്ന യോസേഫിനെ, ആമികാലിൽ വെളിച്ചം കാണാതെ കിടന്ന യോസേഫിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവം, ഇന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവം. ഇന്ന് പ്രിയ ദൈവത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, യോസേഫിൽ മറഞ്ഞ ദൂത് ഇന്ന് മുറുകെ പിടിക്കുന്നതെങ്കിൽ ഇന്ന് അതെന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവും. യോസേഫിനോട് പറഞ്ഞതുപോലെ എന്നോടും എന്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ആ ദൂത് എന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവും. ഞാനും എന്റെ തലമുറയെ, എന്റെ കുടുംബം അത് അനുഭവിക്കും. ഇന്ന് പൂർണ്ണ ഹൃദയത്തോട് അത് ഏറ്റെടുക്കുന്ന ദൈവമക്കളുടെ മേല് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിശ്ചയമായി ഇന്ന് പകല് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം ഒരു വിടുതൽ നൽകും. നിശ്ചയമായ ഒരു അത്ഭുതം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്യും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം, നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, നിങ്ങൾ അനുഭവിക്കുന്ന നിന്ദകൾ, പരിഹാസങ്ങൾ, കഷ്ടങ്ങൾ,
കർത്താവ് കാണാതെ പോയില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു പറയുക, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അമ്മ യോസേഫിനെ ഉയർത്തിയതുപോലെ ഈ പകല് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, നിങ്ങളെ ചില അവസ്ഥകളിൽ നിന്ന് ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു, ചിലതിന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ വാസ്തവം ദൂതം പ്രാപിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ അതിപരിശുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട അമ്മയുടെ സ്തോത്രം. ഒരു നല്ല പകലിന് അമ്മയും കർത്താവ് നമുക്ക് ദാനമായി തന്ന ഒരു അമ്മയുടെ വലിയ ഓർത്ത് നന്ദിയോടെ ശ്രദ്ധിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ഒരു മറുപടിയുടെ പകലായി ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നുണ്ട്. ഒരു മറുപടിയുടെ പകലായിരിക്കും ഇന്നത്തെ പകൽ. സ്തോത്രം. ചില കുടുംബത്തിനകത്ത് ഇന്നൊരു പൂർണ്ണമായ ഒരു മറുപടി ഇന്നത്തെ ഈ മെസ്സേജ് കഴിയുമ്പോൾ തന്നെ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ കുടുംബത്തിനകത്ത് അത് ക്രമീകരിക്കും. അത് അവരുടെ കരങ്ങളിലേക്ക് ദൈവം കൊടുക്കുമെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു. ഇന്ന് പൂർണ്ണമായി ദൈവസ്ഥനെ വിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മെ പൂർണ്ണമായ ദൈവസ്ഥനെ ഏൽപ്പിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ വലിയ മഹത്വവും അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റും? ദൈവമക്കളായ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. സ്തോത്രമാലിയ ഇന്ന് പൂർണ്ണ ഹൃദയത്തോട് ദൈവസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് പകല് എനിക്കൊരു മറുപടിയുടെ പകലാണ്. അത്ഭുതങ്ങൾ എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. ഇന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചുകൊടും ആ ദൈവത്തിന്റെ കൃപ വെളിപ്പെടും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. അമികാല സ്തോത്രം. ഗീതാന്റിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. ശക്തീകരിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. ദൈവം ഓരോ ദിവസം ഒരു നടത്തിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി പറയാം. അതേപോലെ സ്തോത്രം നമുക്ക് മഞ്ജുസിന്റെ അമികാലയുടെ സ്തോത്രം. മറലോയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. രതീശ്വരന്റെ അമ്മയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇച്ചിരി സീരിയസ് ആയിട്ട് കൂടുതലായിട്ട് കിടക്കുവാണ്. അവര് ഇതൊരു ദൈവത്തെ അറിയുവാൻ കാരണമാവട്ടെ. അതുപോലെ ആ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം നടക്കുന്നതിനായി നമുക്ക് എല്ലാവർക്കും ഒരു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ രണ്ട് കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ കൃപ സിദ്ധേശ്വരന്റെ മാതാവിനെ പൂർണ്ണമായി സൗഖ്യം കൊടുക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. അതുപോലെ ദൈവത്തിന്റെ അത്ഭുതം ദൈവത്തിന് വലിയ കൃപ വെളിപ്പെടട്ടെ. ഈ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ വലിയ സൗഖ്യം കൊടുക്കട്ടെ. ഈ കുടുംബത്തെ ഏൽപ്പിക്കാം. മൂന്ന് കുടുംബത്തെ ഏൽപ്പിക്കാം. മൂന്ന് പേരെ ഏൽപ്പിക്കാം. ദൈവത്തിന്റെ വലിയ സമയമായി പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിന്റെ വലിയ കൃപയാ കുടുംബത്തിനകത്ത് വെളിപ്പെടാം. വലിയ ദൈവത്തിന്റെ മഹത്വമായ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. വലിയൊരു അത്ഭുതമായ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. വലിയൊരു അനുഗ്രഹമായ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ ഈ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യാൻ ഗീതയായി പ്രാർത്ഥിക്കുന്നു. രതീശ്വരന്റെ മാതാവിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സൗഖ്യം കൊടുക്കുവാൻ കഴിയാത്ത ഒരു വിഷയമില്ല. മനമനുഷ്യനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയാത്ത ഒരു വിഷയമില്ല. ഇന്ന് പകല് പൂർണ്ണമായ സൗഖ്യങ്ങൾ, പൂർണ്ണമായ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടാവട്ടെ. ദൈവം അങ്ങനെ ഒരുക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. കൃപയെ നിറയ്ക്കണം യേശുവിന്റെ നാമത്തിൽ. കരകളുടെ ദൈവത്തെ സ്തുതിച്ച് അനുഗ്രഹപ്പെട്ട അമേകാല സ്തോത്രം. നല്ല പകലിനെ ദൈവം ഒരുക്കിയതിനായിട്ട് ഓർത്ത് ദൈവത്തിന് നന്ദി കൂടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ആലോചന സ്തോത്രം വ്യക്തമായിട്ട് ഞാൻ വിളിച്ച് പറയാം. സ്തോത്രം. സുനിൽബർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ ശക്തമേറിയ ദൂത് വിളിച്ച് പറയാൻ പോവാ. ദൈവം നിങ്ങൾക്കായി ഒരു വഴി തുറക്കാൻ പോവുക. സ്തോത്രം. ഇതുവരെ അടച്ചു വെച്ചിരിക്കുന്ന ചില വാതിലുകൾ അമേകാലിയ നിങ്ങളെ ബുദ്ധിയാലോ നിങ്ങളെ ചിന്തകളാലോ അല്ലെങ്കിൽ നിങ്ങളെ ബന്ധങ്ങൾക്കോ ലഭിക്കാത്ത ചില വാതിലുകൾ അമേകാലിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ തുറന്നു തരാൻ പോവുക. ആ വാഗ്ദത്തം വെളിപ്പെടുവാൻ സമയമായി. ഇന്ന് പൂർണ്ണമായി ദൈവസഭയിൽ നിങ്ങൾ കുടുംബമായ ഒരു തീരുമാനമാണ്. ഞാൻ യേശുവിന് വേണ്ടിയേ ജീവിക്കത്തുള്ളൂ. അമേകാല സ്തോത്രം. ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുവിന് വേണ്ടിയാണ്. എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും എന്റെ കർത്താവായ യേശുവിന് വേണ്ടിയേ ജീവിക്കത്തുള്ളെന്ന് അമേകാല സ്തോത്രം ഇന്ന് പൂർണ്ണ ഹൃദയത്തോട് ദൈവസഭയിൽ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, പൂർണ്ണമായി ദൈവസഭയിൽ തീരുമാനമെടുത്ത് ഉറയ്ക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നിശ്ചയമായി ഈ ദിവസം തന്നെ ദൈവം ഒരു മറുപടി തരാൻ പോവാ. ഇന്നത്തെ ഈ പകലത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ചില മറുപടികൾ നിങ്ങളുടെ ഉള്ളത്തിനകത്ത് വെളിപ്പെടുത്തി തരും. ദൈവം അത് നിങ്ങളെ ഭവനത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. പൂർണ്ണമായി ഏറ്റെടുത്തോ ആ ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം നിങ്ങൾ കാണും. സ്തോത്രം. അതുപോലെ സിസ്റ്റം മോനും അമികാല സ്തോത്രം ഭാരപ്പെടേണ്ട. ദൈവസേനയെ കൂടുതലായി ബലപ്പെട്ടു. ദൈവത്തിന്റെ വലിയൊരു മറുപടി കുടുംബത്തിനകത്തുണ്ട്. സ്തോത്രം. ഇന്ന് ആശ്വസിപ്പിക്കേണ്ടവര് തന്നെ
പലപ്പോഴും നിങ്ങളെ കുത്തുമ്പോൾ പരിഹസിക്കുമ്പോൾ അതെന്താ, എപ്പോഴാ സംഭവിക്കുക, അതെങ്ങനെയാ സംഭവിക്കുക എന്നെല്ലാം പലപ്പോഴും നിങ്ങളോട് ചോദിച്ച് കുത്തുകൊള്ളുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയ സിസ്റ്ററെ ബലപ്പെട്ടു, ദൈവത്തിന്റെ വലിയൊരു വാഗ്ദത്തം ദൂതൻ കുടുംബത്തിനകത്ത് നിവർത്തിയാവാൻ പോവുക. ഇന്ന് രാത്രിക്ക് മുമ്പേ ദൈവം ചില മറുപടികൾ കുടുംബത്തിനകത്ത് ഒരുക്കുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ഏറ്റെടുക്കേണ്ട രീതിയിൽ ഏറ്റെടുക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് കുടുംബത്തിനകത്ത് വരും. സ്തോത്രം. ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ അത് വലിയ ആലോചനകളെ ദൂതുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കുടുംബത്തിനകത്തെല്ലാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൂതുകളും നിവൃത്തിയാവട്ടെ. കർത്താവ് പറഞ്ഞ വാഗ്ദത്തവും ദൂതും അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചതൊന്നും എന്ത് ചെയ്യത്തില്ല, മാറിപ്പോത്തില്ല. അതല്ല ആര് തരും? ദൈവം തക്കതായ സമയത്ത് നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയാം. ദൈവത്തിന് വേണ്ടത് അമേകാലല്ലേ സ്തോത്രം, തീരുമാനമല്ല, തീരുമാനപ്രകാരം ജീവിക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. തീരുമാനം എല്ലാവർക്കും എടുക്കാറിയാണ്. പലപ്പോഴും ദൈവത്തിന്റെ യഥാർത്ഥമായ ദൈവത്തിന്റെ ദൂതുകളും വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് നിറവേറ്റാത്തതിന്റെ ഏറ്റവും വലിയ കാര്യം, തീരുമാനം എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. പക്ഷെ എന്നില്ല, നിവർത്തിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകല് നിവർത്തിക്കുവാൻ ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവം നിവർത്തിക്കുവാനും കഴിയും. ആ നിവർത്തിക്കുന്ന അനുസരിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം ദൂതും എന്ത് ചെയ്യാൻ പറ്റും, പ്രാപിക്കുവാൻ കഴിയും. പിശാച് ഏറ്റവും കൂടുതൽ പിശാചിന്റെ പ്ലാനിങ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനം, ദൈവവുമായിട്ട് എടുക്കുന്ന തീരുമാനം, സ്തോത്രം, എങ്ങനെ തകർത്ത് കളയാം എന്നാണ് അവന്റെ പദ്ധതി. പിശാച് ഏറ്റവും വലിയ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് വേറെ ഒന്നുമല്ല. എന്തുവാ? ദൈവസ്ഥനിൽ നമ്മൾ എടുക്കുന്ന തീരുമാനത്തെ എങ്ങനെ ചെയ്യണം, തകർത്ത് കളയാം. തകർത്ത് കളഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് പിശാചിനറിയാം? നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം ദൂതും എന്ത് കിട്ടുന്നില്ല, ലഭിക്കുന്നു. തീരുമാനം നശിപ്പിക്കുന്ന, തീരുമാനത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാതെ തകർത്ത് കളയുന്ന ഏറ്റവും വലിയ കാര്യമാണ് നിരാശ. ദൈവം നമ്മളോട് ദൂത് പറഞ്ഞിട്ടും അയ്യോ ഇതുവരെ അത് നിവൃത്തിയായില്ലല്ലോ. നമ്മളെ ആശ്വസിപ്പിക്കേണ്ട വ്യക്തികൾ തന്നെ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരാളോടൊപ്പം ദൈവത്തിന്റെ ആലോചന പറഞ്ഞു, ദൈവത്തിന്റെ ദൂത് നിവർത്തി പറഞ്ഞു കഴിഞ്ഞിട്ട് സ്തോത്രം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറയുക, എന്തോ ഒരു പരിപാടി നടന്നില്ലയോ, ഞാൻ അവരെ എന്ത് ചെയ്യാനുള്ളതാ, ഞാൻ എന്തുള്ളതാ, ബലപ്പെടുത്താനുള്ളവരാ. ഞാൻ അവരോട് പറയുക, എന്ന് പറയാ, ഇതുവരെ ഒന്നും ആയില്ല, അവരെ നിരാശപ്പെടുത്തിക്കും. ഇന്ന് പ്രിയ ദൈവമക്കളെ, പിശാചിന്റെ ഒരു വലിയ പദ്ധതിയാണ് നിരാശ കൊണ്ടുവരുന്നത്. നിരാശ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും എന്തുണ്ടാവും, തീരുമാനം പറഞ്ഞ പല തീരുമാനവും എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ജീവിതത്തിനകത്ത് ജീവിക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, പിന്മാറും. സ്തോത്രം. ഞാനൊരു കാര്യം, നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇന്റർവ്യൂവിന് പോകുന്ന മുമ്പേ നമുക്കൊരു ക്രമീകരണം ഉണ്ട്. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇന്നതെല്ലാം ആയിരിക്കും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, അറിയാമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടും എന്ത് ചെയ്യും, പഠിക്കും. ഒന്നുകൂടും നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ട്രെയിൻ ചെയ്യും. നമ്മളെ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്ത് ഒരുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഇന്റർവ്യൂവിന് ചേർത്ത്. എങ്കിൽ മാത്രമേ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് തക്കതായ മറുപടി ആർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. ട്രെയിനിങ് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കയറത്തില്ല. കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പരാജയപ്പെട്ടു. സ്തോത്രം, പരാജയപ്പെട്ടു. ഇതേപോലാണ് ദൈവത്തോട് നമ്മൾ പറഞ്ഞ ചില തീരുമാനങ്ങൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ജീവിച്ചില്ല എങ്കിൽ, ആ തീരുമാനപ്രകാരം ജീവിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ ദൂതുകളും ആലോചന ആർക്ക് കിട്ടത്തില്ല. നമ്മൾ ദൂത് കേട്ടവരാണ്, ദൂതിനനുസരിച്ച് തീരുമാനം എടുത്തവരാണ്. പക്ഷെ തീരുമാനം അനുസരിച്ച് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ മാറിയിട്ടില്ല. മാറാത്ത കാലത്തോളം നമുക്ക് ദൈവത്തിന്റെ ദൂത് പ്രാപിക്കാൻ പറ്റൂ, ദൈവത്തിന്റെ നന്മ പ്രാപിക്കാൻ പറ്റൂ? ഒരിക്കലും ദൈവത്തിന്റെ നന്മയോ ദൂതവും നമുക്ക് പ്രാപിക്കാൻ പറ്റുന്ന. ദൈവത്തിന്റെ ദൂതവും നന്മയോ നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനം എടുത്താൽ മാത്രം പോരാ, തീരുമാനത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, മാറണം. ഇന്ന് തീരുമാനമേ ഉള്ളൂ, ഭൂരിപക്ഷം എടുത്ത തീരുമാനമേ ഉള്ളൂ. പ്രസംഗം പലയിടത്തും ഉണ്ട്, പക്ഷെ എന്തില്ല, ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടില്ല. ദൈവത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, ദൈവമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാവും. നല്ല ബന്ധമുള്ള ഒരു വ്യക്തിക്ക് പ്രസംഗത്തെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, സ്തോത്രം, നല്ല നിലത്ത് വീണ വിത്ത് മാത്രമേ മുളയ്ക്കുവാൻ കഴിയത്തുള്ളൂ. 30, 60, 100 മേനിയായി വിളവ് കൊടുക്കണമെങ്കിൽ, മുളച്ച് വിളവ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല നിലത്ത് വീണം. നല്ല നിലവെന്ന് പറയുന്നത് ഇതുവാ, ദൈവവചനത്തെ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയം നമുക്കുണ്ടാവണം. ഞാൻ രണ്ട് കാര്യത്തിലേക്ക് പറഞ്ഞിട്ട് വചനത്തിനകത്ത് കേൾക്കുള്ളൂ. ഞാൻ ഒരു കാര്യം വിളിച്ച് പറയാം. ദൈവവചന പ്രകാരം ജീവിക്കുന്ന ദൈവമക്കളെ കർത്താവ് ഇങ്ങനെ പറയുന്നത്, ലോകത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു പൊട്ടനായി
ലോകക്കാരുടെ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പൊട്ടനായി. ലോകക്കാരുടെ വേണ്ടി നിങ്ങൾ എപ്പോഴും ഒരു പൊട്ടനെ പോലെ നിന്നാലേ നിങ്ങൾക്ക് ആരുടെ വചനം ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ വാക്കുകളെ, ദൈവം തരുന്ന ദൂതുകളെ, ദൈവം പറയുന്ന വചനത്തെ ഏറ്റെടുത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ലോകത്തിന്റെ വേണ്ടി ഞാൻ മിടുക്കനാന്ന് പറഞ്ഞ് നിൽക്കണമെങ്കിൽ ഒരിക്കൽ ദൈവത്തിന്റെ വാക്കുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അനുസരിക്കുവാനോ ഏറ്റെടുക്കുവാനോ കഴിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചൊരു വിഷയമുണ്ട്. സ്തോത്രം. ഇന്നത്തെ കേരളത്തിന്റെ മന്ത്രിസഭ പോകുന്നു. മന്ത്രി ഓരോ പൊട്ടത്തരം പറയുന്നു. പൊട്ടത്തരമായിട്ടേ നമുക്ക് ചിലത് തോന്നുന്നുള്ളൂ. പക്ഷെ എങ്കിൽ പോലും അതിനെ എന്ത് ചെയ്യുക, നമ്മൾ അനുസരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഭാര്യയും ഭർത്താവും കാറിനകത്ത് പോകുന്നു, AC ഇട്ട കാറിനകത്ത് പോകുന്നു. 2 മാസ്ക് നിർബന്ധമായിട്ട് ഇട്ടിരിക്കുന്നു. ഒരു ഭവനത്തിൽ താമസിക്കുന്നവരാണ് ഭാര്യയും ഭർത്താവും. കൊറോണ വരും. അപ്പൊ അവര് വീടിനകത്ത് മാസ്കും ഒന്നുമില്ലാതെ അവര് ഒന്നിച്ച് കഴിയുന്നവരാ. അവർക്ക് അപ്പോഴും കൊറോണ വരുത്തി. ഇത് പറയുന്നവൻ പൊട്ടനാ, കേൾക്കുന്നവരും പൊട്ടനാ, ഇല്ലയോ? ഇത് നമുക്കറിയാം പൊട്ടത്തരമാണ്, ഇല്ലെന്ന് പറയാൻ പറ്റൂ. വായു വഴി വരുന്നെങ്കിൽ നമ്മള് ഭവനത്തിനകത്ത് ഇരിക്കുമ്പോ എന്തുണ്ടാവും? വരും. ഇപ്പൊ രോഗിയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക, അല്ലെങ്കിൽ രോഗിയുള്ള ഒരു വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലുക, അവിടെ മാസ്ക് ധരിച്ചെന്ന് പറഞ്ഞാൽ അതിനൊരു ന്യായമുണ്ട്, കറക്റ്റ് കാര്യമാണ്. നല്ല രോഗാണുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഓക്കെ, അവിടെ കൈയോറയിലായിട്ട് പോകുന്നത് നല്ലത്. അവര് പറയുന്ന ഈ പൊട്ടത്തരത്തെ അല്ലെങ്കിൽ അവര് പറയുന്ന ആ കാര്യത്തെ നമുക്ക് അംഗീകരിക്കാൻ ഡീസന്റാണ്. പക്ഷേ ഒരു ഭവനത്തിൽ വസിക്കുന്ന ഭാര്യ ഭർത്താവ് ഒരു വാഹനത്തിൽ പോയാലും എന്ത് ചെയ്യണം? മാസ്ക് 2 അല്ല 3 വേണമെങ്കിൽ ഇടാൻ പറഞ്ഞാൽ ഇടാൻ വേണ്ടി നിൽക്കുന്ന കുറെ ആൾക്കാർ ഭയങ്കര ബുദ്ധിയുള്ളവരാ. അവരെടുക്കുന്ന തീരുമാനത്തിന്റെ പിന്നിലെല്ലാം ഭയങ്കര ബുദ്ധിയും ഭയങ്കര സൈക്കോളജിയും ഭയങ്കര കഴിവും അമികാലയും എല്ലാം പ്രകടിപ്പിച്ച ആൾക്കാരുടെ ബുദ്ധി അനുസരിച്ചാണ് ഇവര് നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതെല്ലാം വെറും പൊട്ടത്തരമല്ലേ? ഇതിനെയെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ആരനുസരിക്കുന്നു? നമ്മൾ അനുസരിക്കുന്നു. അപ്പൊ നമ്മള് ജീവനുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട്, ജീവനുള്ള ദൈവം പറഞ്ഞിട്ട് പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഓർത്ത് സത്യം പറയാം, ഇത് പൊട്ടത്തരമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരാള് കോടതി കൊണ്ട് കേസ് കൊടുത്തയാ, അയാൾക്ക് കോടതി അനുവദിച്ചതാ നീ പോകുമ്പോൾ ഇത് ഇടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും നിയമം ഇവര് കൊണ്ടുവന്നേക്കുക, കോടതിക്ക് പകരമായ നിയമം കൊണ്ടുവന്നേക്കുക. ഞാനിപ്പോ ഓർക്കുക, കുഞ്ഞുങ്ങളെ പുറത്തിറങ്ങല്ലേ എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾ പുറത്തു പോകല്ലേ, ആരുമായിട്ട് ബന്ധം പെടല്ലേ എന്ന് പറഞ്ഞു. പിണറായിയുടെ കൊച്ചുമോൻ എവിടെ വേണമെങ്കിലും പോകും. ഓരോ കുഞ്ഞുങ്ങൾ ഓരോ ഭവനത്തിൽ മാതാപിതാക്കളോട് ചോദിക്കുന്ന ചോദ്യമാ പറയുന്നത്, ഞങ്ങളെ മാത്രം എന്താന്ന് പുറത്തു കൊണ്ടുപോയ. അപ്പോഴ അവർക്കൊന്നും ഇത് പിടിക്കത്തില്ല. അവരെ എല്ലാം സുരക്ഷിതമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുമ്പോൾ, ഇതെല്ലാം പറയുമ്പോഴെല്ലാം പൊട്ടത്തരമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എങ്കിൽ പോലും അതിനെല്ലാം എന്ത് ചെയ്യുമോ, നമ്മള് കൈകെട്ടി അനുസരിക്കും. ഞാനിപ്പോ ഓർക്കുക, നിങ്ങൾ ലോക മനുഷ്യനെ ജഡമായ ഈ പൊട്ടത്തരം പറയുന്ന ഈ മനുഷ്യരുടെ ഈ നിയമങ്ങളെ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അതിലും വലിയൊരു നിയമം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ ദൈവവൈതലിലും ഒരു നിയമം തന്നിട്ടുണ്ട്. ന്യായപ്രമാണ പ്രകാരം ജീവിക്കണം. അവനാണ് യഥാർത്ഥ ദൈവവൈതൽ. ന്യായപ്രമാണ പ്രകാരം ജീവിക്കാത്ത ഒരുവൻ ദൈവത്തിന്റെ അല്ല. അവൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് കർത്താവിനാണ്. കാര്യം എന്തുവാ? ദൈവത്തിന്റെ വചനം പറയുക, ഒരുവനെ നരകത്തിലേക്ക് തള്ളിയിടുവാനും ഒരുവനെ ജീവനിലേക്ക് കൊണ്ടുപോകാനും കഴിവുള്ളവനെ നീ ഭയപ്പെടുവേൻ. അതാണ് നസറേനായ യേശു. കാര്യം എന്തുവാ? എന്നെ വീണ്ടെടുത്തത് ആരാണ്? യേശുവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരെയാ? സ്വന്തം. ഇന്ന് ദൈവമക്കള് തന്നെ ദൈവത്തിന്റെ വചനമെല്ലാം പറഞ്ഞിട്ട് പറയാ, അത് വചനത്തിനകത്തുണ്ട് ശരിയാ, പക്ഷെ നമ്മൾ അതല്ല അനുസരിക്കേണ്ടത്, ഇതിനെ അനുസരിക്കും. ഇതിനെ അനുസരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു റിപ്പോർട്ട് വന്നു, വലിയൊരു കാര്യം വന്നു. സ്കൂൾ തുറക്കും, കുഞ്ഞുങ്ങൾക്കെല്ലാം വാക്സിൻ എടുത്തിട്ട് കേട്ടുവന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഞങ്ങളെ കുഞ്ഞുങ്ങളെ വാക്സിൻ എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വാക്സിൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം എന്തുവാ? വാക്സിൻ എടുത്ത വ്യക്തിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ കുഞ്ഞിന് വാക്സിൻ എടുത്തിട്ട് വാക്സിന്റെ പിന്നാലെ വരുന്ന അസുഖങ്ങൾ അനുഭവിക്കേണ്ടവരാ. ഞാനും എന്റെ കുഞ്ഞുങ്ങളും അനുഭവിക്കട്ടെ. ഈ എടുത്തവരെന്ത് ചെയ്യും? കൈമലത്തും. സ്തോത്രം. കൈമലത്തും. സ്തോത്രം. എന്നെ പൂർണ്ണമായി കരുതുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. എന്നെ വിളിച്ച നാള് മുതൽ എന്നെ കരുതുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. അത് നസറേനായ യേശുവാണ്. അപ്പൊ യേശു പറയുന്ന വാക്കിന് അപ്പുറമായി, അതുകൊണ്ട് പത്രോസ് പറഞ്ഞേ, എന്റെ ദൈവത്തിന് അപ്പുറമായി നിങ്ങളെ ഞാൻ ഭയപ്പെടണോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണോ? ദൈവത്തിന്റെ വചനത്തിന് അപ്പുറമായി നിങ്ങൾ പറയുന്ന കാര്യത്തെ കുറിച്ച് കേൾക്കുവാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് കീഴ്പ്പെടും.
ഇത് ദൈവത്തിന്റെ വചനത്തെയാ മുറുകെ പിടിക്കുന്നത്. മുറുകെ പിടിക്കരുത്. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തം ദൂതും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രാപിക്കാൻ കഴിയും. ദൈവത്തിന്റെ വചനം പറയുക, ദൈവസന്നിധിയിൽ പൊട്ടനെ പോലെ നിൽക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. കാര്യം എന്തുവാ? ദൈവം എന്തു പറഞ്ഞാലും അതിനെ പൂർണ്ണമായി അനുസരിച്ച് ഏറ്റെടുത്ത് ജീവിക്കുന്നവന്റെ മേല് ആര് പ്രവർത്തിക്കും? ദൈവം പ്രവർത്തിക്കും. ഇവര് പറയുന്ന പൊട്ടത്തരമല്ല നമ്മൾ ശരിയാന്ന് പറയുന്നത്. പക്ഷെ ദൈവം പറയുന്നത് ശരിയല്ല, നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടത്തരമാണ് പറയുന്നത്. ദൈവം അനുഗ്രഹിക്കാൻ പറ്റൂ? ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റൂ? സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത് വെച്ച് നിർത്തിയ ഒരു ഭാഗമുണ്ട്. യോനയോട് ദൈവത്തിന്റെ ആലോചന യോനയോട് പറഞ്ഞു. യോന എന്ത് ചെയ്തില്ല? നിലവേൽ ചെന്ന് പറയേണ്ടടുത്ത് യോന എന്ത് ചെയ്തു? നിലവേലിനെതിരെയുള്ള പട്ടണത്തിലേക്ക് എന്ത് ചെയ്തു? യാത്ര പോയി. കർത്താവ് പറഞ്ഞു, ആ പോയ ആ വ്യക്തികൾക്ക് മുഴുവനും സ്തോത്രം എന്തുണ്ടായി? ഭയം ഉണ്ടാവുന്ന രീതിയിൽ ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ ചില അത്ഭുത പ്രവൃത്തികൾ അവിടെ നടന്നു. കപ്പൽ മുങ്ങാറായി. കപ്പലുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലായി. അവരെല്ലാം അവരുടെ ദൈവങ്ങളെ വിളിച്ചു, അവിടെ യാഗം അർപ്പിച്ചു, അല്ലെങ്കിൽ സ്തോത്രം വഴിപാട് ചെയ്തു. പക്ഷെ അതിലൊന്നും മറുപടി കിട്ടിയില്ല. ജീവനുള്ള ദൈവത്തെ അവർക്ക് തിരിച്ചറിയാൻ പറ്റി. ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ച എടുത്ത്. ഈ ഭാഗത്തിലേക്ക് വരുന്ന മുമ്പേ ഞാൻ വേറൊരു ഭാഗത്തിലേക്ക് വന്നിട്ട് ഇതിലേക്ക് വരാം. എങ്കിൽ അതിന്റെ യഥാർത്ഥമായ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. തന്റെ ഭാര്യ പച്ചയായിരുന്നതുകൊണ്ട് ഇസ്ഹാക്ക് അവർക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ കിട്ടിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്ത് ജീവിക്കുന്നുവെന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കാൻ പോയി. ഒരു മിനിറ്റ്, നമ്മള് വചനങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒന്ന്, ഇസ്ഹാക്ക് അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതിയാണ്. ഇസ്ഹാക്കിന്റെ ക്വാളിറ്റി എല്ലാം നമുക്കറിയാം. ഇസ്ഹാക്കിനും റിബേക്കയ്ക്കും എന്തില്ല? മക്കളില്ല. പറയുക, റിബേക്ക എന്തുവാ പറഞ്ഞേക്കുന്നേ? മച്ചിയായോ. റിബേക്കയെ വിളിച്ച പേരാ എന്തുവാ? മച്ചിയായോ എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്തവർ. മക്കള് ഇല്ലാത്തവർ. അടുത്ത വാക്യം പറയുന്നു, മക്കളില്ലാത്ത എല്ലാ അപമാനങ്ങളും പരിഹാസങ്ങളും അതിന്റെ മേലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ആരനുഭവിച്ചു? റിബേക്ക അനുഭവിച്ചു. റിബേക്ക ഭാരപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഇസ്ഹാക്ക് എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്നൊരു കാര്യങ്ങളും ഇതിനകത്ത് വ്യക്തമായിട്ട് ഇടപെടുന്നു. നമ്മളെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും ഭാരം കൊണ്ടുവരുന്നു, എന്തെങ്കിലും പ്രയാസം കൊണ്ടുവരുന്നുവെങ്കിൽ, എന്തെങ്കിലും പ്രതികൂലം കൊണ്ടുവരുന്നെങ്കിൽ അതിനുമേൽ മറുപടി തരുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? നമ്മളെ പ്രാർത്ഥനയോടെ കഴിയത്തുള്ളൂ. നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? കർത്താവിനോടാ പ്രാർത്ഥിക്കുന്നത്. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? മറുപടി ലഭിക്കത്തുള്ളൂ. അപ്പൊ തലമുറ ദൈവത്തിന്റെ വാഗ്ദത്തം അല്ലേ? സ്തോത്രം. തലമുറ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇസ്ഹാക്ക് എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം റിബേക്ക എന്ത് ചെയ്തു? തൊട്ടു. ദൈവം തൊട്ടപ്പോൾ അവൾക്ക് എന്തുണ്ടായി? മച്ചിയായ എന്നുള്ള പേര് മാറി. അവൾക്ക് അവളുടെ ഉദരത്തിനകത്ത് എന്തുണ്ടായി? തലമുറ ഉരുവായി. തലമുറ ഉരുവായപ്പോൾ അകത്ത് 2 കുഞ്ഞുങ്ങളാണ് ഉരുവായത്. 2 കുഞ്ഞുങ്ങൾ തമ്മിൽ എന്തുണ്ടായി? ഉദരത്തിനകത്ത് വെച്ച് എന്തുണ്ടായി? പിടിവലി ഉണ്ടായി. പെട്ടെന്ന് മനസ്സിലാവാ ആ വാക്ക ഉപകാരം. അവരുണ്ടായപ്പോൾ അതിന്റെ പ്രയാസം റിബേക്കയ്ക്ക് അനുഭവിച്ചപ്പോ റിബേക്ക നേരെ ദൈവത്തോട് നേരെ പരാതി പറയും. ദൈവം കൊടുത്ത് ദൈവം നന്മ തലമുറയില്ലെന്ന് പറഞ്ഞ് മച്ചിയായെന്ന് പറഞ്ഞ് അപമാനപ്പെട്ട് കിടന്നുള്ള ദൈവത്തിന്റെ ദാസൻ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഇസ്ഹാക്ക് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ദൈവസ്ഥാനിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? മറുപടി അയച്ചതാ. മറുപടി അയച്ചപ്പോ എന്തുവാ? ആ മറുപടിക്കകത്ത് വരെ എന്ത് വരുവാ? നമുക്ക് ദൈവം എത്ര നന്മ തന്നാലും എത്ര അനുഗ്രഹം തന്നാലും പലപ്പോഴും നമ്മള് അതിന്റെ കാര്യം വേറെ വിഷയം വരുമ്പോൾ ഒന്നിന് ഈ തന്ന നന്മയും അനുഗ്രഹവും എല്ലാം എന്ത് ചെയ്യുക? നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുക? മറന്നു പോകുന്നു. പ്രിയ മക്കളെ, അതുകൊണ്ടാണ് പല അനുഗ്രഹവും വാക്തത്വം ദൂതുകൾ വാക്ക് പ്രാപിക്കാൻ പറ്റാതെ നമുക്ക് ദൈവത്തിന് പ്രാപിക്കാൻ കഴിയും. കുഞ്ഞില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊടുത്തപ്പം
സ്തോത്രം. ഗർഭിണിയായിരിക്കുന്ന റെബേക്കയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ദൈവം ചെയ്ത വലിയൊരു ഭാഗ്യം. അവളെ വേദന ദൈവം മാറ്റിയതാണ്. ഉടൻ തന്നെ അതിനകത്തുള്ള ചില പ്രതികൂലം പ്രയാസം വന്നോന്ന് പറയുക. ദൈവത്തോട് പരാതി പറയാൻ ആര് ചെല്ലുക? റെബേക്ക ചെല്ലുക. സ്തോത്രം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അടുത്തത് രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ തിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അരുളി ചെയ്തു. കണ്ടോ? സ്തോത്രം. ഇവിടെ പരാതി കേട്ട് കർത്താവ് പറയുക. എന്ത് പറയുക? സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. ചിലവർ അയ്യോ എന്താ അവരെ അനുഗ്രഹിക്കാത്ത, എന്താ അവരെ അനുഗ്രഹിക്കാത്ത, അവർ ഇങ്ങനെല്ലാം ചെയ്തിട്ടും എന്താ അനുഗ്രഹിക്കാത്ത നിന്നിട്ടും അവരുടെ സ്വഭാവം ആർക്കറിയാം? എന്റെ ഫ്രണ്ടില് ഒരാൾ കരഞ്ഞോണ്ട് വന്ന് പാസ്റ്റർ ഇങ്ങനെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവാത്ഭുതം. എനിക്ക് ആ കരഞ്ഞ മുഖവും ആ കരഞ്ഞ പറഞ്ഞ വാക്കും പറഞ്ഞ വ്യക്തിയെ മാത്രമേ എന്റെ ഓർമ്മയുള്ളൂ. അവരുടെ യഥാർത്ഥ സ്വഭാവം ആർക്കറിയുന്നില്ല, എനിക്കറിയുന്നില്ല. പക്ഷെ യഥാർത്ഥ സ്വഭാവം ആർക്കറിയാൻ? ഒരു കുഞ്ഞിനെ ലഭിക്കാൻ ഭാഗ്യമില്ലാത്ത ഒരു സ്ത്രീയായി നിന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചവൻ ദൈവം കൊടുത്ത തലമുറയാണ്. അപ്പൊ ദൈവം കൊടുത്ത തലമുറയെ കാണാനും ആ തലമുറ പുറത്തു വരുന്നതും എന്റെ മേൽ കിടക്കുന്ന എന്തുവാ മച്ചിയായ എന്നുള്ള ഒരു പേര് മാറ്റുന്നതിലും അല്ല സന്തോഷിച്ചത്. കാര്യം എന്തുവാ? തലമുറ അകത്ത് കിടന്ന് അമ്മ ഞെക്കിയപ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം വയറ്റിനകത്ത് കിടന്ന് അവര് അമ്മ തുള്ളിച്ചാടിയപ്പോൾ, അല്ലെങ്കിൽ അവര് അമ്മ മല്ലിട്ടപ്പോഴാണ് സ്തോത്രം അതിന്റെ പ്രയാസം കണ്ട് ഇവള് നേരെ നിന്ന് റെബേക്ക നിന്ന് ദൈവത്തോട് പരാതി പറയാം. ദൈവം ഉടനെ പറയുക, നിന്റെ വയറ്റിൽ താമസിക്കുന്നത് എന്തുവാ? രണ്ട് ജാതിയായി. രണ്ട് വംശമാ നിന്റെ വയറ്റിൽ കിടക്കുന്നത്. മൂത്തവനെ ഇളയവൻ ഇളയവനെ മൂത്തവൻ സേവിക്കും. സ്തോത്രം. രണ്ട് മക്കൾ നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരാൻ പോകും. ഞാൻ ചില ചോദ്യം ചോദിക്കാൻ വരുമോ? ഇളയാളെ മൂത്തയാള് സേവിക്കും. പുറത്തു വരുക. പുറത്തു വന്നു. ഇളയാളിനെ മൂത്താള് സേവിക്കും. ഞാൻ ഓർക്കുക, അതിനകത്ത് ഏഷ്യാവും യാക്കോബും ആണ്. ഏഷ്യാവാണ് മൂത്താള്, ഈ ഇളയാള് യാക്കോബ്. ദൈവം ഉദരത്തി വെച്ച് തന്നെ അവരുടെ സ്വഭാവം എന്തുവന്നു, അവരുടെ വ്യക്തിത്വം എന്തുവന്നു ഒന്നും അറിയാതെ തന്നെ ദൈവം അവരോട് പറയുക, ഇളയാള് മൂത്താള് ഇളയാളിനെ സേവിക്കും. രണ്ട് ജാതിയായി. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ, അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോഴേ ഒരു കാര്യം മനസ്സിലാക്കുക. യെശയ്യാവ് ദൈവത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റക്കാരൻ യെശയ്യാവാണ്. ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം പറയാൻ രണ്ട് ജാതിയാണ്. റോമർ 9-ാം അധ്യായം വായിച്ചു പെട്ടെന്ന്. ഒന്നുകൊണ്ട് പെട്ടെന്ന് വായിക്കാം. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ടെന്ന് എന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചർച്ചക്കാരായ ഒരു മിനിറ്റ്. പരിശുദ്ധാത്മാവ് ഉള്ളവന് എന്ത് ചെയ്യും? ദൈവത്തിന്റെ നാമത്തെ പൂർണ്ണമായി തിരിച്ചറിയുന്നത് ആരാ? പരിശുദ്ധാത്മാവ് ഉള്ളത്തിലുള്ളതോട്. പരിശുദ്ധാത്മാവ് ഉള്ളവൻ പുറത്തുള്ള ചിലതെല്ലാം കാണുമ്പറ്റി വേദനപ്പെടും. അവനെന്ത് ചെയ്യാൻ പറ്റത്തില്ല? അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവനെന്ത് ചെയ്യും? ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ദൈവജനം ദൈവത്തെ വിട്ട് അവർ ലോകത്തെ അനുസരിച്ച് ലോകത്തെ ഭയപ്പെട്ട് ലോകപ്രകാരം ജീവിക്കുന്നവരെ കാണുമെന്നുണ്ടാവും. അവന് ദുഃഖം ഉണ്ടാവും, വേദന ഉണ്ടാവും. അവ എന്ത് ചെയ്യും? പ്രതികരിച്ചു പോകും. അടുത്തത്, എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും
വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും ആ. അവർക്കുള്ളവർ തന്നെ. ആ. ജനപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ആ. അവർ സർവ്വത്തിനും മീതെ ആ. ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആ. ആമേൻ. ആ. ദൈവവചനം വൃഥാവായി പോയെന്നല്ല, ആ. ഇസ്രായേലിൽ നിന്നും ഉത്ഭവിച്ചവർ ആ. എല്ലാം ഇസ്രായേലരെന്നും ആ. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ആ. എല്ലാവരും മക്കളെന്നും വരികയില്ല. ആ. ഇസ്ഹാക്കിൽ നിന്നും ജനിക്കുന്നവർ ആ. നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും ആ. എന്നേ ഉള്ളൂ. ആ. അതിന്റെ അർത്ഥമോ ജനപ്രകാരം ജനിച്ച മക്കളല്ല, ആ. ദൈവത്തിന്റെ മക്കൾ. കേട്ടോ, ഒരു മിനിറ്റ്. ജഡപ്രകാരം ജനിച്ച മക്കളല്ല, ദൈവത്തിന്റെ മക്കൾ. ഇന്ന് പകൽ ഓർക്കുക, ജഡപ്രകാരം ജീവിച്ച മക്കൾക്ക് അല്ലെങ്കിൽ ലോകപരമായി ജീവിക്കുന്ന മക്കൾക്ക് ഒരിക്കലും ആരുടെ പൈതലാവാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ പൈതലായി തീരാൻ പറ്റത്തില്ല. അവർക്ക് ദൈവമക്കളുമായിട്ട് ചേരാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, പാസ്റ്റർ എപ്പോഴും എന്തോ ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എന്നോട് പറഞ്ഞ, ഞാൻ മിക്കവാറും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചതല്ല സഹോദരൻ. സ്തോത്രം. അതെന്തോ പാസ്റ്റർ എന്തോ അങ്ങനെ പറയുന്നത്? ദൈവവചന പ്രകാരം ജീവിക്കുന്നവന് മാത്രമാണ് എന്തുണ്ടായത് സഹോദരങ്ങൾ എന്ന് പറയുന്നത്. സഹോദരൻ എന്ന് പറഞ്ഞ മുഖ്യസ്ഥാനം ആർക്കാ കൊടുക്കണ്ടേ? വീണ്ടും ജനിച്ചവന്. ആരെയാ? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമായവന് മാത്രമാണ് എന്തുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് സഹോദരൻ എന്ന് പറയുന്നത്. സ്തോത്രം. യേശു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറിയൻ സ്തോത്രം യേശുവിന്റെ അമികാലിയ സ്തോത്രം മറിയക്കുണ്ടായ മറ്റു മക്കളും അവിടെ പുറത്ത് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് യേശുവിനെ കാണണം. സ്തോത്രം. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, യേശു എന്റെ അമ്മയും സഹോദരന്മാരെ പുറത്തു വന്നിരിക്കുന്നത്. കർത്താവ് യേശുവിന്റെ എന്ത് പറഞ്ഞു? യോ മറിയയ്ക്ക് പെട്ടെന്ന് വിളിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞു. സഹോദരൻ, യോ അവരെ പെട്ടെന്ന് വിളിച്ചോണ്ട് അവർക്ക് സീറ്റ് കൊടു എന്നാണ് പറഞ്ഞേ. യേശു എന്ന് പറഞ്ഞേ, ആരെന്റെ സഹോദരൻ, ആരെന്റെ അമ്മ? ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുന്നവൻ എന്ന് പറഞ്ഞു. മറിയ ദൈവത്തിന്റെ വചന പ്രകാരം ജീവിക്കാത്ത വ്യക്തിയാണ്. ആ യേശുവിന്റെ മറ്റുള്ള സഹോദരങ്ങൾ, മറിയയിൽ ജനിച്ച മക്കള്, യോസെഫിൽ ജനിച്ച മക്കള്, ബാക്കിയുള്ളവർ ദൈവവചന പ്രകാരം ജീവിക്കാത്തവരാണോ? യേശു പറഞ്ഞത് എന്റെ അർത്ഥം എന്തുവാ? പ്രസന്റിൽ, ഇപ്പോൾ നിങ്ങൾ ആരുമായിട്ട് ബന്ധത്തിരിക്കുന്നവരാ? ദൈവമായിട്ട് ബന്ധത്തിരിക്കുന്നവൻ. അവരാണ് എന്റെ അമ്മയും സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ദൈവ പൈതൽ എപ്പോഴും ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം? ദൈവമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. ദൈവമായിട്ട് ബന്ധപ്പെടാതെ നിന്നാൽ നീ ഒരിക്കലും ദൈവത്തിൻ്റെതല്ല. നമ്മളെ കൂടപ്പുറപ്പെന്ന് പറയുന്ന ആരെയാ കൂടപ്പുറപ്പെന്ന് വിളിക്കേണ്ടത്? ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, നിങ്ങൾ കാണുന്ന സഹോദരന്മാരെ എന്നുവാൻ കഴിയാത്തവർക്ക് കാണാത്ത ദൈവത്തെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ചില അമ്മമാരും ചില സഹോദരങ്ങൾ ഇത് വെച്ചോണ്ടായി കഴിക്കുന്നത് കുറെ കാര്യങ്ങൾ പറയുന്നു. തിരിച്ചങ്ങോട്ട് പറയണം, ആരാ സഹോദരൻ, ആരാ അമ്മ, ആരാ അപ്പൻ? എന്തുവാ? ദൈവവചന പ്രകാരം ജീവിക്കുന്നവൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, നിങ്ങൾ പിതാവെന്ന് ഭൂമിയിൽ ഒരാളെ മാത്രമേ വിളിക്കാവൂ. ആരെ വിളിക്കണം? യേശുവിനെ. അതെങ്ങനെ പാസ്റ്റർ ശരിയാവുന്നത്? എന്റെ അപ്പനെ പിന്നെ ഞാൻ അപ്പാന്ന് വിളിക്കാൻ പറ്റും? അപ്പാന്ന് അല്ലാതെ അലിയാന്ന് വിളിക്കാൻ പറ്റൂ? അപ്പൻ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ പൈതലായി തീരുമ്പോ അപ്പനും യേശുവിന്റെ മണവാട്ടിയ, ഞാനും യേശുവിന്റെ മണവാട്ടിയ. അവിടെ ഒറ്റ പിതാവേ ഉള്ളൂ. ആരാ? അപ്പനും ഒരു പിതാവേ ഉള്ളൂ, എനിക്കും ഒരു പിതാവേ ഉള്ളൂ. ആരാ പിതാവ്? അബ്രഹാം പിതാവ്. ബെസ്റ്റ്. ആരാ പിതാവ്? സ്വർഗസ്ഥനായ എന്റെ യേശു ക്രിസ്തുവായ എന്റെ പിതാവ്. എന്നെ വീണ്ടെടുത്തത്, എന്റെ അപ്പനെ വീണ്ടെടുത്തത്, എന്റെ അമ്മയെ വീണ്ടെടുത്തത്, എന്റെ സഹോദരങ്ങളെ വീണ്ടെടുത്തത് ആരാ? സ്തോത്രം. അതുകൊണ്ട് കർത്താവ് യേശുവിന്റെ ഭൂമിയിൽ ഒരാളെ മാത്രമേ നീ എന്ത് ചെയ്യാവൂ? പിതാവെന്ന് വിളിക്കാവൂ. അതുകൊണ്ടാണ് പറഞ്ഞ അപ്പാ പിതാവ് എന്ന് വിളിക്കുവാൻ നിങ്ങൾക്ക് ഒരാളെ ലഭിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നമ്മളെ പിതാവ് ആരാ? യേശു ക്രിസ്തു. അത് പറയുന്നത് അബ്രഹാം പിതാവാണ്. അബ്രഹാം പിതാവ് എന്ന് പറയുന്ന പാരമ്പര്യത്തിനകത്ത് നേരത്തെ വാക്യം വെച്ചില്ലയോ? ആ പാരമ്പര്യത്തിനകത്ത് ഉണ്ടായതാ നമ്മുടെ വിശ്വാസത്തിന്റെ പുരുഷനാ അബ്രഹാം പിതാവ്. നമ്മൾ അപ്പാന്ന് നമ്മൾ വിളിക്കുന്നതിന്റെ കാര്യം എന്തുവാ? അപ്പാന്ന് വിളിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം
നമ്മളെ ഫാദർ നമ്മളെ പിതാവായതെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന എന്തുവാ? നമ്മളെ ജനിപ്പിച്ച വ്യക്തി ആര്? പിതാവ്. അപ്പോഴും വിശ്വാസം ജനിപ്പിച്ച വ്യക്തിയാണ് പിതാവ്. ആര്? അബ്രഹാം പിതാവ്. അതിലും വലിയൊരു പിതാവ് ഇരിപ്പുണ്ട്. വിശ്വാസം കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ആരാ? നസറേനായ യേശു. ആ യേശുവാ എന്നെ നിങ്ങളെ വീണ്ടെടുത്തത്. അപ്പൊ നമ്മളെ പിതാവ് ആരാണ്? ദൈവത്തിന്റെ വചനം പറഞ്ഞു, സ്നാനപ്പെട്ടവർ എന്റെ അപ്പൻ ഒരാള്. ഈ ലോകത്തിൽ എനിക്ക് ഒരു അപ്പൻ വേണം. യാരസന്ധയൊന്നുമല്ല, നമുക്കൊരു അപ്പം വേണം. ആ അപ്പനും ഞാനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം ഞങ്ങൾ ആരാണ്? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. സ്തോത്രം. ഇന്ന് ഈ പ്രസംഗം കേട്ടിട്ട് അപ്പനെ കയറി അളിയാന്നൊന്നും വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. സ്തോത്രം. വീട്ടിലുള്ളവനെ, അതുകൊണ്ട് വീട്ടിലുള്ളവനെ അച്ഛ, പപ്പ, ഡാഡി എന്നെല്ലാം വിളിക്കുന്നേ. പിതാവ് നാമ വിളിക്കുന്നേ. പപ്പ, മമ്മി, ഡാഡി, ഇങ്ങനെ ഓരോ പേരിട്ടിട്ടുണ്ട് നമ്മൾ. ചാച്ചൻ, സ്തോത്രം. അളിയാനൊന്നും ഇട്ടിട്ടില്ല, ചാച്ചൻ വരെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അളിയാന്ന് വിളിക്കുന്ന ലെവലായി അപ്പനും മക്കളും. നമ്മളെ ജനിപ്പിച്ച ഒറ്റ ഒരാൾ ആരാണ്? പിതാവ്. ഈ അപ്പനും ഞാനും സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾ ആരാ? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. ഞങ്ങൾ ക്രിസ്തുവിന് തുല്യരാ. അവിടെ അപ്പനും മോനും ഇല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ച് ഒരുവൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഭാര്യ ഭർത്താവ് ബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നത്, ദൈവത്തിന് കൂടുതലായിട്ട് ആരെ ഭയപ്പെടല്ലേ? ഭർത്താവിനെ ഭയപ്പെടണ്ട. ദൈവത്തിന് കൂടുതലായി നിങ്ങൾ ഭാര്യയെ ഭയപ്പെടണ്ട. ദൈവത്തിന് കൂടുതലായി ഭർത്താവിനെ സ്നേഹിക്കേണ്ട, ഭാര്യയെ സ്നേഹിക്കേണ്ട. ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട കർത്താവിനെ. അത് കഴിഞ്ഞിട്ട് മാത്രം സ്നേഹിച്ചാൽ മതി. ആരെയാ? ഭാര്യ ഭർത്താവ് ബന്ധം ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ്. അത് കഴിയുമ്പോൾ ഭൂമിയിലുള്ള ഏറ്റവും ബന്ധത്തിന് പ്രാധാന്യമാണ്. ഏത് ബന്ധം? ഭാര്യ ഭർത്താവ് ബന്ധം. അതുകൊണ്ട് ഭർത്താവിന് കീഴ്പ്പെട്ട് നിൽക്കാം. ഭർത്താവ് നിന്റെ തലയാണ്. ഭർത്താവിന്റെ തല ആരാ? ക്രിസ്തു. ആ സഭയ്ക്കകത്ത ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുക. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക. ഇസ്രായേൽ മക്കൾ അനേകരുണ്ട് എന്ന് പറഞ്ഞ എല്ലാവരും ദൈവത്തിന്റെ മക്കളല്ല. എന്റെ കുടുംബത്തിനകത്ത് ഞങ്ങൾ 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. 2 മക്കളും ദൈവത്തിന്റെ ആവണമെങ്കിൽ 2 പേരും ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയാത്ത കാലത്തോളം എനിക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചിലത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പറ്റുമോ? ലോകപരമായി ജീവിക്കുന്ന എന്റെ സഹോദരൻ അല്ലെങ്കിൽ എന്റെ സഹോദരി ജീവിക്കുന്ന ജീവിതത്തോട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റൂല്ല. എനിക്ക് മാറിയതേ പറ്റൂ. അല്ലാതെ അവരോടുള്ള പിണക്കം കൊണ്ടല്ല. കാര്യം എന്തുവാ? ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞു. എനിക്ക് ജീവിക്കാൻ ഒരു ന്യായപ്രമാണമുണ്ട്. ഞാൻ ലോകത്തെയോ ലോകത്തിന്റെ അധികാരത്തെയോ അല്ല ഭയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്നെ വീണ്ടെടുത്ത ക്രിസ്തുവിനാ. എന്നെ രക്തം കൊടുത്ത് വാങ്ങിയത്, അല്ലെങ്കിൽ രക്തം കൊടുത്ത് എന്റെ പാപം കഴുകിക്കളഞ്ഞ, എന്നെ ശുദ്ധരാക്കിയ, എന്നെ ബലപ്പെടുത്തിയ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അല്ലാതെ എനിക്ക് അവരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല. അവരെ ചേർത്ത് പിടിക്കുന്നിടത്ത് എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും. അവരുടെ അനാവശ്യമായ കാര്യത്തിനകത്തൊന്നും ആർക്ക് ഇടപെടാൻ പറ്റത്തില്ല. എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? ഞാൻ ദൈവവചന പ്രകാരം ജീവിക്കുന്നു. അടുത്ത വാക്യം വായിക്കാം. എന്റെ വാക്യം വായിക്കാം. ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. കണ്ടോ? ജഡപ്രകാരം ജനിച്ച മക്കളെ അല്ല മക്കൾ എന്ന് വിളിക്കുന്നത്. വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെയാണ് സന്തതി എന്ന് പറയുന്നത്. അപ്പൊ വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കൾ ആരാണ്? വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കൾ ആരാണ്? വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കൾ ആരാണ്? നമ്മളെല്ലാവരും. ഇത് ഇത്രയൊന്നും പറയാൻ എന്തോ ബുദ്ധിമുട്ട് എന്തുവാ? ഇപ്പോഴും ഓർക്കും ഞാനിനി പറ്റില്ല. പിന്നെ കർത്താവിന് എങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റുന്നേ? കർത്താവിന് എങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റും? വാഗ്ദത്തപ്രകാരം ജനിച്ച സന്തതിയാണ് നമ്മൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്ന മുമ്പ് ഞാൻ പേര് ചൊല്ലി വിളിച്ചതാ നീ എനിക്ക് പ്രാധാന്യമാ. ആ അമ്മയുടെ ഉദരത്തിൽ വേറെ ആൾക്കാർ ഉരുവായിട്ടുണ്ട്. പക്ഷെ അവർക്ക് കിട്ടാത്ത ഭാഗ്യം നമുക്ക് കിട്ടിയത് കാര്യം എന്തുവാ? നമ്മൾ വാഗ്ദത്തപ്രകാരം ജനിച്ച സന്തതിയാണ്. കാര്യം എന്തുവാ? നമ്മൾ ജനിക്കുന്ന മുമ്പ് ഇന്ന കുടുംബത്തിനകത്ത് ഒരുത്തൻ എനിക്കുള്ളതാ. ആര് സെലക്ട് ചെയ്തതാ? ദൈവം സെലക്ട് ചെയ്തതാ. അവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ദൈവം സെലക്ട് ചെയ്ത ഒരു വ്യക്തിക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല. അനുവറിന് പറയാം, ബാക്കിയുള്ളവരൊന്നും വന്നില്ല, ഞാൻ വന്നു.
എങ്ങനെ വന്നു? ബാക്കി സഹോദരനുണ്ട്, കുടുംബക്കാരുണ്ട്, അല്ല വൈഫിന്റെ കുടുംബത്തിനകത്തുണ്ട്. ആർക്കും ലഭിച്ചില്ല. ഞാൻ എങ്ങനെ വന്നു? എനിക്കെന്നെ അറിയത്തില്ല. കാര്യം എന്തുവാ? ഞാൻ വാഗ്ദത്ത സന്തതിയാ, എനിക്ക് വന്നേ പറ്റത്തുള്ളൂ. യോനെ വിളിച്ചു വേർതിരിച്ചത് കർത്താവാ. നിനവയിലേക്ക് അയക്കാൻ വെച്ചേക്കുന്ന യോനെ വിട്ടേക്കുക. യോനയ്ക്ക് പകരം അനേകർക്ക് പോകാൻ പറ്റും. അനേകർ കർത്താവിനുണ്ട്, അനേകം പ്രവാചകന്മാര് ശുശ്രൂഷകന്മാർ കർത്താവിന്റെ കയ്യിലുണ്ട്. പക്ഷെ യോന പോകേണ്ടടുത്ത് യോന പോയേ പറ്റൂ. കാര്യം എന്തുവാ? ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി ആര്? യോന. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്. അതിനുള്ള അവസരം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും എന്ന് പറഞ്ഞ് നമ്മളെ സഹോദരങ്ങൾക്ക് ലഭിക്കത്തില്ലെന്നല്ല. ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നുണ്ട്. സ്തോത്രം. നമ്മൾ വാഗ്ദത്ത സന്തതി, നമ്മളെ ഉദരത്തിനെ വിളിച്ചത് കൊണ്ടാണ് സമയമായപ്പോൾ നമ്മൾക്ക് പുറത്തു വന്നത്, കർത്താവിലേക്ക് വന്നത്. എന്നെ ഉദരത്തിനെ വിളിച്ചത് കൊണ്ടാണ് എനിക്ക് സുശീല വേല ചെയ്യാൻ ഭാഗ്യം കിട്ടിയത്. അല്ലയോ? സുശീല വേല ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ വരത്തില്ല. ഞാൻ പക്ക പ്രാടായിട്ട് വിളിച്ചത്. അവിടുന്ന് എനിക്ക് വരാൻ കാര്യം എന്തുവാ? എന്നെ ഉദരത്തിനെ ആര് വിളിച്ചിട്ടുണ്ടായിരുന്നു? കർത്താവ് വിളിച്ചു. ആ ദർശനം, ആ വെളിപ്പാട് എനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ ഞാൻ അതിന് കീഴ്പ്പെട്ടത് കൊണ്ടാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റും. ഞാൻ കീഴ്പ്പെട്ടില്ലായിരുന്നു എനിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ഞാൻ ജനിച്ചു വളർന്നത് TPA സഭയിലാണ്. അവിടുത്തെ പാസ്റ്റർമാർ എന്ത് ചെയ്യത്തില്ല? കല്യാണം കഴിക്കത്തില്ല. അപ്പോഴേ കാലങ്ങൾക്ക് മുമ്പേ ഒരു പ്രവാചകൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഒരു മോൻ സുശീല വേലയ്ക്കാണ്. ഒരു മോൻ സുശീല വേല ചെയ്യും, അവൻ കർത്താവിന്റെ വേല ചെയ്യും, അവൻ കർത്താവിന്റെ പോകാം. എന്റെ ജ്യേഷ്ഠ അപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാൻ പോകത്തില്ല, നീ പോകും. സ്തോത്രം. ഞാനും പറഞ്ഞു, ഞാൻ പോകത്തില്ല, നീ പോകും. സ്തോത്രം. പാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പം വിളിച്ചു വെച്ച്, എന്താ പോവാത്തെന്ന് മൂത്താളിട്ട്. അവന് എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ, എനിക്ക് ജീവിച്ചേ പറ്റൂ. എന്നോട് ചോദിച്ചപ്പോ ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ ചിരിച്ചോണ്ടിരുന്നു. സ്തോത്രം. എന്റെ ഉള്ളത്തിനകത്ത് ഇതേ തീരുമാനം എന്ത് ചെയ്യും? എനിക്ക് ഈ പരിപാടിക്കുന്നു. പക്ഷെ രണ്ടുപേരുടെ മേലുള്ള വിളി ആരുടെയില കിടക്കുന്നതെന്ന് പിന്നെ എനിക്ക് വെളിപ്പാട് കിട്ടിയപ്പോ എന്തുവാ? വെളിപ്പാട് കിട്ടി ദൈവത്തിന്റെ വേലക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് മറ്റുള്ള ലോകപരമായ ഒരു കാര്യവും, എന്നെ ഭരിക്കുന്ന ഒരു കാര്യവും എനിക്ക് വലുതായിട്ട് തോന്നിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വലുതായിട്ട് തോന്നിയത് ആരുടെ വാക്കാ? ക്രിസ്തുവിന്റെ വാക്കാ. ദൈവം എന്നോട് സംസാരിച്ച വാക്ക്. കല്യാണം കഴിക്കല്ലെന്ന് പറഞ്ഞായിരുന്നു ഞാൻ കല്യാണം കഴിക്കത്തില്ലായിരുന്നു. സ്തോത്രം. എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കുടുംബമല്ല, എനിക്ക് ആരും. ഞാൻ ഇപ്പോഴും പ്രസംഗിക്കുന്നത്, ഇപ്പോഴും ജീവിക്കുന്നതാ. എന്റെ കുടുംബത്തിനായിട്ടും കൂടുതൽ ഞാൻ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? കർത്താവിന്റെ വാക്ക് പ്രകാരം നിന്നില്ലയോ? എനിക്ക് മറ്റുള്ളതിനല്ലേ മുഖ്യസ്ഥാനം കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും കൊടുക്കുന്ന ആർക്കാ? ക്രിസ്റ്റിയെല്ലാം തറ വീണ്, സ്തോത്രം, ഒരുപാട് പേട്ട് എന്റെ വേണ്ടി സൈക്കിളിൽ നിന്നെല്ലാം തറ വീണ് ചോരയെല്ലാം ഒലിപ്പിച്ചോണ്ട് നിന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ അവിടെ ചിരിച്ചോണ്ട് നിന്നിട്ടുണ്ട്. ഇവ എന്നോട് പറഞ്ഞു, സ്നേഹമില്ലാത്തൊരപ്പൻ. ഞാൻ പറഞ്ഞു, നീ വീണെങ്കിൽ ഞാൻ എന്തിനാ സ്നേഹിക്കുന്നതിന്? എനിക്ക് അവനോട് സ്നേഹമില്ലാത്തതല്ല, അവനോട് കരുതലില്ലാത്തതുകൊണ്ടല്ല. എനിക്കത് കാണുമ്പോഴേ യോ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്ന അറിയത്തില്ല. എനിക്കറിയാം അവനെ എനിക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി, ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ പ്രകാരം അവൻ പോത്തുള്ളൂ. അവനെ ദൈവം എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അവനൊരു പോറൽ വരത്തില്ല, അവനൊരു അനർത്ഥം വരത്തില്ല. അനർത്ഥം വന്നാലും അവന് വേണ്ടി പ്രാർത്ഥിച്ച ദൈവം അവനെ വിടിവിക്കും. അതെനിക്കറിയാം. അല്ലാതെ എനിക്ക് അവനെ മറ്റേന്ന് പറഞ്ഞാൽ ഓവറാ. ഒരു 100 വട്ടം വന്ന് അപ്പോഴെന്തോ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? നമ്മളെ തന്നെ സ്നേഹിക്കുന്നത്, നമ്മളെ മക്കളെ. ദൈവത്തിന്റെ വചനം പറയോ, ഓവറായിട്ട് കണ്ട അത് വിഗ്രഹാരാധനയാ. ഇന്ന് പല പെന്തിക്കോസ്ത് സഭയ്ക്കകത്തും എല്ലാം അറിഞ്ഞിട്ടും ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്ന മക്കളെ കുറിച്ചാണ്. ഇന്ന് മക്കളെ ഭാവി എന്ന് പറഞ്ഞു. എന്തിയെ ഭാവി? 2 വർഷം കൊണ്ട് എവിടെ പോയി ഭാവി? എഴുതാനും വായിക്കാനും അറിയുന്ന കൊച്ചിയിറങ്ങിന് പോലും ഇപ്പൊ എഴുതാനും വായിക്കാനും അറിയാത്ത ഗതികേടായി. ഭാവി പറഞ്ഞു പഠിച്ചൊരു രീതി കയറി വന്നയാ. എന്തിയെ ഭാവി? ഇതെല്ലാം കൊടുക്കുന്ന ആരാ? അബ്രഹാം പിതാവ്, അല്ലെങ്കിൽ ഇസ്ഹാക്ക്, യാക്കോബ്, ഇവരെല്ലാം ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണ് ഈ സ്ഥാനത്ത് വന്നത്.
ഏലിയാവ് വലിയ വിദ്യാഭ്യാസമുള്ളവനായിട്ടാണ് സ്ഥാനത്ത് വന്നത്. പത്രോസിനെ പറഞ്ഞ എന്തുവാ? നിങ്ങളെ ഭാഷ, നിങ്ങളെ ലാംഗ്വേജ്, നിങ്ങൾ ആരെന്ന് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നീ മുക്കുവാനാന്ന് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അവിടെ സംസാരിക്കുന്ന ലാംഗ്വേജ് ഇതുവരെ നിന്നിൽ മാറിയിട്ടില്ല. ഇങ്ങനെയല്ലേ പറഞ്ഞേ? കഴിവുണ്ടായിട്ടാണോ? കഴിവുണ്ടായിട്ടാണോ? ഭയങ്കര കഴിവുള്ള മനുഷ്യനായിരുന്നു. ഭയങ്കര കഴിവും പ്രൗഢിയും അതേപോലെ വിദ്യാഭ്യാസം ഭയങ്കര കഴിവുള്ള വ്യക്തിയായിരുന്നു പൗലോസ്. കർത്താവിന്റെ സന്നിധി വന്നപ്പോ എന്തുവാ? അതിനാണോ പ്രാധാന്യം കൊടുത്തത്? കർത്താവിന്റെ വിളിക്ക് വേണ്ടി, തെരഞ്ഞെടുപ്പിന് വേണ്ടി കർത്താവ് പറയുന്നത് എന്ത് ചെയ്യാൻ തയ്യാറായി ആര് വന്നു? പൗലോസ് വന്നു. ഇന്ന് പ്രിയ മക്കളെ, ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്കാ കൊടുക്കണ്ടേ? ഞാൻ തന്നെ സഭയെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പിള്ളേരെ പറ്റി ഭയങ്കര ആദിയാ. ഈ ആദി കാണിക്കുന്ന അനുസരിച്ച് കുഞ്ഞുങ്ങളെ ആര് പിടിക്കും? ആര് പിടിക്കും? ഞാനൊരു കാര്യം പറയാം. നമ്മളെ കുഞ്ഞുങ്ങൾ അവരെന്താ മാറാത്തെ, അവരെങ്ങനെയാവുന്നു. കൂടുതൽ ആദി കാണിച്ചോ? നമ്മളെ ബലഹീനെ നോക്കിയിട്ട് ആരടിക്കുന്നത്? വിശാല അവസരം നോക്കിയിരിക്കുവോ? നമ്മളെ ബലഹീന എവിടാണ്? കുഞ്ഞുങ്ങളെ മേലാണ്. എന്നാ ശരി, ഇവനെ വിടത്തില്ല, പിടിച്ചൊന്ന് കുലിക്കുമ്പോഴേ ഇവിടെ മൊത്തം പോയി, ആത്മീയവും പോയി, പ്രാർത്ഥനയും പോയി, ഇവിടെ മൊത്തം ആദ്യം വരും. എന്നിട്ട് പറയുന്നുണ്ടോ? ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയാണ് ഈ ഭവനത്തിന്റെ നായകൻ ക്രിസ്തു. എഴുതി വെച്ച് സ്റ്റിക്കർ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ചിലർ വണ്ടിക്കകത്തെല്ലാം കുറെ വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അവനോട് സംസാരിച്ച് അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നതാണ്. ഞാൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പുറത്ത് കാണിക്കുന്ന ആത്മീയ ഉള്ള എല്ലാം ചുമ്മാതാണ്. അകത്തുള്ള ആത്മീയം പുറത്ത് കാണിക്കത്തില്ല, അവരെ ജീവിക്കത്തേ ഉള്ളൂ. അവരുടെ ഓരോ ജീവിതത്തിനകത്ത് അത് നമുക്ക് കാണിച്ചു തരും എങ്ങനെ ജീവിക്കണം. ഇന്ന കാര്യോ ഞാൻ വരത്തില്ല, എനിക്ക് ഇന്ന പോലെ ജീവിക്കണം, അവർ കൂടുതൽ പറയത്തില്ല. ചില പ്രഹസനം കാണിക്കുന്നവരുണ്ട്. ഞാൻ യൂട്യൂബ് മീറ്റിംഗ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരാളെ കണ്ടു. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി കണ്ടിട്ട്. ഇത്ര അങ്ങ് അതമ്പതിച്ചു പോയല്ലോ. സ്തോത്രം. ഭയങ്കര പ്രഹസനമായിരുന്നു. അപ്പൊ ഈ പ്രഹസനം എല്ലാം ചുമ്മാതാ. ഞാൻ അദ്ദേഹത്തെ മാത്രമല്ല പറഞ്ഞത്, എല്ലാവരും പറയുക പ്രഹസനം കൂടുതൽ കാണിക്കുന്നതിൽ ചുമ്മാതാ. ജീവിക്കുന്ന പ്രഹസനം കാണിക്കത്തില്ല, ജീവിക്കത്തേ ഉള്ളൂ. അവൻ ആ സമയത്തനുസരിച്ച് അവന്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവത്തിന്റെ വചനവും വെളിപ്പെടുത്തും. ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ, എന്നോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ജീവിക്കാം. അല്ലാതെ പുറത്ത് എല്ലാം കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ മീശയും മേടിച്ച് അല്ലെങ്കിൽ ഫുൾ വെള്ളയിലായിട്ടൊന്നും കാര്യമില്ല. ഞാൻ അകത്താ മാറണ്ടോ? അകത്ത് മാറുന്നവനെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ചില പാരമ്പര്യ വൃത്തിക്കോസി പറയും, ഇത് പെട്ടെന്ന് സ്വർണ്ണമല്ല സ്വർണ്ണം ഊരിട്ടെന്തു കാര്യം? അകത്ത് കഴിച്ചു കീറുന്ന ചെന്നായിട്ടിരിക്കുക. എവിടെ കിട്ടുന്ന അവിടെ ചാടി വീടാൻ വേണ്ടി ഇരിക്കുന്നവനാ. ഇത് ഊരിട്ട് കാര്യമുണ്ട്? നിന്റെ ഹൃദയം മാറണ്ടേ? ഹൃദയം മാറിയിട്ട് ഇതല്ല ഊരിനെങ്കിൽ ഒരു അർത്ഥമുണ്ട്. എന്ത് കാര്യം എന്തുവാ? എനിക്ക് ആഡംബരങ്ങൾ വേണം. ആഡംബരങ്ങൾ വേണം. ഇടുന്ന സാരി 25,000 രൂപയുടെ. സ്തോത്രം. കൈ കെട്ടിയിരിക്കുന്ന 2.5 ലക്ഷം രൂപയുടെ വാച്ചാ കെട്ടിയിരിക്കുന്നത്. സ്തോത്രം. ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിൽ 40 ലക്ഷം രൂപയുടെ 80 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. കിടക്കുന്ന വീട് 1.5 കോടിയുടെ വീടാ. എന്നിട്ട് പറയാ എനിക്ക് ആഡംബരങ്ങളെ താല്പര്യമില്ല. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉള്ളുമാറ്. ഇതൊന്നും അല്ല വിഷയം. ഉള്ളുമാറ്. ഇതെല്ലാം നശിച്ചു പോകുന്ന സാധനമാ. സ്വർണം നശിച്ചു പോകുന്ന സാധനമാ. നിന്റെ വസ്ത്രം നശിച്ചു പോകുന്ന സാധനമാ. ഇതൊന്നും അല്ല കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷൂ ഇങ്ങനെ ഓൺലൈനിൽ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോ ഒരു ഷൂവിന്റെ വില കണ്ടത്. ഒരു ആക്ഷൻ ഷൂ കണ്ടു കഴിഞ്ഞാൽ വെള്ളം കുടിക്കത്തില്ല. വില നോക്കിയപ്പോ 25,000. ഇതിട്ടാലേ എന്റെ കാല് ഫിറ്റ് ആവത്തുള്ളൂ, എന്റെ കാല് സുഖമുള്ള ആവത്തുള്ളൂ. ഇതൊന്നും അല്ല കാര്യം. അവിടെ ഇരിപ്പുണ്ട് 350 രൂപ വേറെ ഷൂ. രണ്ടും 2 ക്വാളിറ്റി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ 25,000 രൂപയുടെ ഇട്ടാലേ എനിക്ക് ഓക്കെ ആവത്തുള്ളൂ എന്നാണോ? ഇതല്ല കാര്യം. ചിലർക്ക് വലിയ കൂടിയ ഡ്രസ് എല്ലാം എടുത്തിട്ട്, സ്തോത്രം, കൂടിയ ഡ്രസ് എടുത്തിട്ട് ഇവർക്ക് 10 പേർക്ക് അറിയിക്കണം ഇവരുടെ വില എന്തുവാ, കാര്യം എന്തുവാ. ഇവർക്ക് ഡ്രസ്സിന്റെ മഹിമയോ അതിന്റെ ഇതൊന്നും അല്ല. എന്തുവാ ഇതിന്റെ വില?
ചില വീട്ടിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ ചില വല്യമ്മമാരുടെ എല്ലാം 1 ലക്ഷം രൂപയുടെ ആപ്പിളിന്റെ മൊബൈൽ എല്ലാം എന്ത് ഉപയോഗിക്കണമെന്ന് അവർക്കറിയില്ല. അവർക്ക് ആകെ അറിയാം അത് ഇങ്ങനെ ആക്കിയ കോൾ എടുക്കാം, ഇങ്ങനെ ആക്കിയ കട്ടാക്കാം. 500 രൂപയുടെ മൊബൈൽ വന്നു. ആ 1 ലക്ഷം രൂപയുടെ മൊബൈൽ കൊണ്ട് പ്രയോജനം ഉള്ളവന്റെ കൈ കിട്ടിയാൽ ഇത് പ്രയോജനപ്പെടും ഇല്ലയോ? ചിലർക്ക് ഇത് നോക്കുത്തിയായിരിക്കുമോ? അതേപോലെ യേശുവിനെ അനുഭവിക്കേണ്ട രീതി അനുഭവിച്ചവന് മാത്രമേ യേശുവിനെ കിട്ടിയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ യേശുവിന്റെ ഞാൻ എന്ന് പറഞ്ഞിട്ടോ എന്റെ വീടിന്റെ ഫ്രണ്ട് എഴുതി വെച്ചിട്ടോ എന്റെ കാറിനകത്ത് എഴുതി വെച്ചിട്ടോ ഒരു കാര്യവുമില്ല. യേശുവിനെ അനുഭവിക്കേണ്ടവൻ എന്ത് ചെയ്യും? ഉള്ളിൽ നിന്ന് പുറപ്പെടും, അവന്റെ പ്രവൃത്തിയിൽ പുറപ്പെടും. ഞാൻ കാറിൽ എഴുതി വെച്ചിട്ട് ഞാൻ എന്റെ പ്രവൃത്തി ഇല്ലെങ്കിൽ കാര്യമുണ്ടോ? ഞാൻ പോകുന്നിടത്തും വരുന്നിടത്തും അല്ല എന്റെ പ്രവൃത്തി കണ്ട ഓരോരുത്തർ എന്നെ മനസ്സിലാക്കുന്നത് ഇല്ലയോ? ഞാൻ യേശുവിന്റെ ആണ് എന്റെ പ്രവൃത്തിയിൽ ഉണ്ടാവണം. ഇന്ന് പ്രിയ മക്കളെ, കർത്താവ് പറയുക ഇസ്രായേലിന്റെ എല്ലാവരും ദൈവത്തിന്റെ അല്ല, ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയുണ്ട്. എന്തോ ജഡപ്രകാരമുള്ള സന്തതിയുണ്ട്. ജഡപ്രകാരമുള്ള സന്തതി ഒരിക്കലും വാഗ്ദത്ത സന്തതിയോട് അടുക്കാൻ പറ്റത്തില്ല. അവന്റെ മേൽ എപ്പോഴും ഒന്നുണ്ടാവും. ലോകത്തെ ആയിരിക്കും അവൻ ആഗ്രഹിക്കുന്നത്, ലോകത്തിനായിരിക്കും കീഴ്പ്പെടുന്നത്, ലോകത്തെ ഭരിച്ചായിരിക്കും അവൻ ജീവിക്കുന്നത്. അവൻ ഒരിക്കലും ആവത്തില്ല, ദൈവത്തിന്റെ ആവത്തില്ല. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റിബേക്കായും നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ച് കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പി പ്രകാരമുള്ള ദൈവനിർണയ പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടനിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദുഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്ത് പറയണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. കണ്ടോ? സ്തോത്രം. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഏശാവിന് പറയാൻ പറ്റും, എന്തുവാ ദൈവം എനിക്ക് ഇങ്ങനത്തെ ഒരു ജന്മം അല്ലേ തന്നെ. ഉദരത്തിൽ ജനിച്ചപ്പോഴേ ദൈവം പറയുക ഞാൻ ഇളയവനെ സേവിക്കും. പിന്നെ ദൈവം ഇപ്പൊ എന്നോട് മാറ്റി പറയാൻ പറ്റുമോ? ദൈവം പറഞ്ഞ കാര്യമില്ലേ നടക്കത്തുള്ളൂ. ഏശാവിന്, പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയുക. ഏശാവിന് അവസരം കൊടുത്തു. യാക്കോബിനെ അല്ലെങ്കിൽ ഇസ്ഹാക്ക്, യഥാർത്ഥമായി വചനം പറഞ്ഞാൽ യാക്കോബിനെ ഇസ്ഹാക്ക് സ്നേഹിച്ചിട്ടില്ല. ഇസ്ഹാക്ക് യാക്കോബിനെ സ്നേഹിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആരെയാണ്? വചനം വ്യക്തമായിട്ട് പറയുന്നു. മൂത്ത മകനെയാ ആര് സ്നേഹിച്ചേ? വെളിപ്പാടും ദർശനവുമുള്ള പിതാക്കന്മാരിൽ രണ്ടാമത്തെ പിതാവായ ഇസ്ഹാക്ക് സ്നേഹിച്ചത് ആരെയാ? ഏശാവിനെ സ്നേഹിച്ചിട്ട് ഏശാവിന് ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നോ? ആ സ്വഭാവം കാണിച്ചു തരും. കുറച്ച് വായിക്കുമ്പോൾ ഞാൻ വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ, എനിക്ക് സമയമില്ല, അടുത്ത സബ്ജക്റ്റിലേക്ക് പോകണം. സ്തോത്രം. എന്തുവാ? ഏശാവിന് മൂത്ത മകന്റെ പ്രോത്സാഹനം കൊടുത്തിട്ട് യാക്കോബിന് ഇസ്ഹാക്കിന്റെ റൂമിൽ വരാൻ പോലുള്ള അവകാശമില്ല. ഇസ്ഹാക്കിന്റെ റൂമിൽ വരാൻ വരെ അവകാശമുള്ള ആർക്കാ? ഏശാവിന്. സ്വന്തം ഭാര്യയ്ക്ക് പോലും വരാൻ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ആരോട്? അപ്പന് അബ്രഹാമിന്റെ സന്തതിയ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്, പ്രാർത്ഥിച്ച മറുപടിയുള്ള, അനുഗ്രഹിച്ച അനുഗ്രഹമുള്ളത്, അത്രയ്ക്ക് പവർഫുൾ ആയ ഇസ്ഹാക്കിന്റെ ഒരു സ്വഭാവവും ആർക്കില്ലായിരുന്നു? ഏശാവിന് ഇല്ലായിരുന്നു. സ്തോത്രം. അതിന് ഏറ്റവും വലിയ തെളിവ്, ഇയാൾ പുറത്തു വന്ന് ക്ഷീണിച്ചിട്ട് അങ്ങോട്ട് അകത്തോട്ട് കയറി വന്നപ്പോഴേ ലവൻ പയർ വെച്ചൊരു പായസം എല്ലാം ഉണ്ടാക്കിയിരിക്കുമ്പോ ഇവ ഇങ്ങോട്ട് ഓടി വന്നിട്ട് വന്ന് കുറച്ച് പായസം തരണം. ചിലവരെ തീരുമാനമാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാം ഒരു കാര്യത്തിന് തീരുമാനം എടുത്ത ആ തീരുമാനം അവസാനം വരെ കാണുന്നു. എന്നാലേ ആ ജീവിതം കൊണ്ടൊരു അർത്ഥമുണ്ട്. ഒരു തീരുമാനത്തിനകത്തൊരു അർത്ഥമുണ്ട്. യെശയ്യാവ് കയറി വന്നിട്ട് പറയുക, വിശന്ന് വന്നതാ, കുറച്ച് പായസം തരും. ഉടനെ യാക്കോബ് എടുത്തതായി പറയുക, ആ ജ്യേഷ്ഠാവകാശം എനിക്ക് തരാം, എങ്കിൽ നിങ്ങൾക്ക് വയറ് നിറച്ച പായസം. പുള്ളിക്കാരെ എടുത്തതായി പറഞ്ഞു, വിശപ്പിന്റെ മുമ്പ് ജ്യേഷ്ഠാവകാശം എല്ലാം നീ എടുത്തു, എനിക്ക് തന്നാണ്. അവന്റെ വില കണ്ടോ? അവന്റെ സ്വഭാവം കണ്ടോ?
ഇത് ദൈവം സൃഷ്ടിച്ചപ്പം കൊടുത്ത സ്വഭാവമാണ്. ഒരുവന് ചിന്തിക്കാനും അവന്റെ സ്വഭാവവും നിയന്ത്രിക്കാനും കഴിവ് തന്നിരിക്കുന്നത് നമുക്കാണ്. അതുകൊണ്ടാണ് കർത്താവ് ആദാമിനെ ഔവയെ സൃഷ്ടിച്ചപ്പോ ഒരു ഏദൻ തോട്ടത്തിനകത്ത് ഒരു നന്മ തിന്മയുടെ വൃക്ഷം ഉണ്ടാക്കിയത്. കാര്യം എന്തുവാ? അത് തെരഞ്ഞെടുക്കാനുള്ള കഴിവ് ആർക്കുള്ളതാണ്? ആദാമിനും ഔവയ്ക്കുള്ളത്. അതേപോലെ തന്നെ ഓരോ വ്യക്തിയുടെ ബുദ്ധി ചിന്തിക്കുന്നത് ചെയ്യുവാനും പ്രവർത്തിക്കുവാനുള്ള കഴിവ് ആർക്കാ തന്നിരിക്കുന്നത്? നമ്മക്ക തന്നെ. നമ്മൾ ശരിയാണോ തെറ്റെന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടിയാ ന്യായപ്രമാണം തന്നിരിക്കുന്നത്. ന്യായപ്രമാണത്തെ ഭയപ്പെടുന്നവന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപത്തിലേക്ക് പോകത്തില്ല. അവൻ എവിടത്തേക്ക് പോകത്തുള്ളൂ? ശരിയിലേക്ക് പോകും. യെശയ്യാവിന് പായസം കൊടുത്തപ്പോഴേ യെശയ്യാവ് പറഞ്ഞു, ജ്യേഷ്ഠാവാസി അവൻ അവന്റെ വില അറിയത്തില്ല. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മളെ വില മനസ്സിലാക്കിക്കോ. നമ്മൾ ആരാന്ന് മനസ്സിലാക്കി. ഏത് വ്യക്തിയുടെ ഫ്രണ്ടിൽ പോയി സംസാരിച്ചാലും, ഏത് വ്യക്തി പറയുന്നത് കേൾക്കാനും, ഏത് വ്യക്തി പറയുമ്പോഴും പ്രവർത്തിക്കുന്ന മുമ്പേ ഒന്ന് ചിന്തിക്കണം, ഞാൻ ആരാണ്? ഞാൻ ദൈവപൈതലാണ്. ദൈവം പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റൂ. ദൈവം പറയുന്നത് എനിക്ക് പൂർണ്ണമായി കേൾക്കാൻ പറ്റൂ. ദൈവം പറയുന്നത് എനിക്ക് അനുസരിക്കാൻ പറ്റൂ. ആ കാഴ്ചപ്പാടിലേക്ക് ആര് മാറണം? ദൈവം. ഈ കാഴ്ചപ്പാടിലേക്ക് പുതിയ നിയമസഭ ഉണ്ടായപ്പോൾ ഈ കാഴ്ചപ്പാടിലേക്ക് മാറാൻ ഭയപ്പെട്ടത് കൊണ്ടാണ് ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോയത്. യേശു കാൽവരി ക്രൂശിക്കപ്പെട്ടെന്ന് അറിഞ്ഞപ്പോ 11 പേര് അവരുടെ പാട്ടിന് പോയതിന്റെ കാര്യം എന്തുവാ? മീൻ പിടിക്കാൻ പോയതിന്റെ കാര്യം എന്തുവാ? ഈ കാര്യങ്ങൾ പറയാനുള്ള പേടിയുണ്ട്, ചെയ്യാനുള്ള പേടിയുണ്ട്, പ്രവർത്തിക്കാനുള്ള പേടിയുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഇത് ചെയ്യാനും പ്രവർത്തിക്കാനും തുടങ്ങി. എന്ന് പറഞ്ഞാൽ എന്റെ ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കണം. ഞാൻ ആരുടെയാണ്? ദൈവത്തിന്റെ പൈതലാണ്. ആ പൂർണ്ണ ബോധ്യത്തോടെ ചിലത് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും നിൽക്കാവും. എങ്കിൽ മാത്രമേ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അനുഗ്രഹിക്കാൻ കഴിയും. നമ്മൾ ഉപേക്ഷിച്ചത് വീണ്ടും എടുക്കാൻ പോയാൽ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റൂ? ഏറ്റവും പ്രതിസന്ധിയുടെ മധ്യേ കൂടാ ഇപ്പൊ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഓരോ ദൈവസഭ കടന്നു പോകുന്നത് ഇല്ലയോ? സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് എന്നോട് സ്നേഹമുള്ളവർ ചോദിച്ചു, പക്ഷെ എങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഓടുന്നത് എങ്ങനെ? ഞാൻ എല്ലാം എനിക്ക് വേണ്ടി ആര് കരുതിയിട്ടുണ്ട്? ദൈവം കരുതിയിട്ടുണ്ട്. എന്റെ ബുദ്ധിമുട്ടോ എന്റെ പ്രയാസോ സങ്കടമോ ഞാൻ അവരോട് ഷെയർ ചെയ്തിട്ടില്ല. കാര്യം എന്തുവാ? കാര്യം എന്നെ വിളിച്ചൊരു ദൈവം വിശ്വസ്തനാ. അത് പൂർണ്ണമായി രുചിച്ചറിഞ്ഞവനാ ഞാൻ. അതുകൊണ്ട് എന്റെ ദൈവത്തെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഞാൻ നോക്കത്തുള്ളൂ. ആ ദൈവത്തിന് വേണ്ടി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഞാൻ നിൽക്കത്തുള്ളൂ. ആ ദൈവത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? എന്നെ അനുഗ്രഹിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം നോക്കിയാൽ, സ്തോത്രം, യഥാർത്ഥമായ അമ്മയ്ക്ക് സ്തോത്രം ഒരു അമ്പലത്തിനകത്ത് ഇരിക്കുന്ന പൂജാരി, അല്ലെങ്കിൽ ഒരു മുസ്ലിംസിന്റെ അമ്മയ്ക്ക് സ്തോത്രം അത് നോക്കുന്ന അതിന്റെ മെയിൻ ആള്, സ്തോത്രം, ക്രിസ്ത്യൻ പള്ളിക്കകത്ത് നോക്കുന്ന അച്ഛൻ, തിരുമേനി, പ്രൈസ് ലോർഡ്, പെന്തിക്കോസ്തിനകത്ത് സംഘടനയ്ക്കകത്തുള്ള പാസ്റ്റർമാർ, സ്തോത്രം, അല്ലെങ്കിൽ സ്തോത്രം ഇൻഡിപെൻഡന്റ് സഭയിൽ തന്നെ ഒരുപാട് വിശ്വാസിയുള്ള ഇൻഡിപെൻഡന്റ് സഭ, ഇവർക്കെല്ലാം കറക്റ്റ് വരുമാനം കിട്ടുന്നുണ്ട്. പറയുന്ന വരുമാനത്തിന് എന്തില്ല? ഒരു ബ്രേക്കും ഇല്ല. സ്തോത്രം. ഇതൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകുന്ന സഭകളിലെ ദേവദാസന്മാർക്ക് വട്ടപ്പൂജിയോ. സ്തോത്രം. ഇല്ലയോ? പല കാര്യത്തിനകത്തും വട്ടപൂജ്യം വരും. അതേപോലെ തന്നെ എന്നെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഭാരം ഉണ്ടായത് എന്നെ കുറിച്ചല്ല. എനിക്ക് ഒരുപാട് ഭാരമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എനിക്ക് അതല്ല എന്റെ ഭാരം. കാര്യം എന്തുവാ? എനിക്ക് ഏറ്റവും കൂടുതൽ ഭാരം എന്റെ കാട്ടിൽ താഴെ വന്ന കുറെ ദൈവദാസന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ വലിപ്പത്തിലോ പദവിയിലോ താഴെയല്ല ഞാൻ പറഞ്ഞേ, സഭയൊന്നും ഇല്ലാത്ത ഒരുപാട് ദൈവദാസന്മാരുണ്ട്. നല്ല ആത്മാർത്ഥമായിട്ട് പരസ്യവും നടത്തുന്നത് ജീവിക്കുന്ന ദൈവദാസം. ഇവരുടെ കാര്യം എന്തോ ആയിത്തീരുന്ന ഞാൻ ഭാരപ്പെടുന്നു. എന്നിട്ട് ഞാൻ ഓരോരുത്തരെയും കുറിച്ച് സ്തോത്രം ഓർത്തു, അവരുടെ കാര്യം എന്തോ ആയിത്തീരും. കർത്താവേ, അവർക്കൊരു വഴി തുറക്കണേ എന്ന് ഞാൻ ഭാരപ്പെടാറുള്ളൂ. കാര്യം എന്നെ വിളിച്ചവൻ വിശ്വസനാന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്നെ ആർക്ക് നടത്താൻ പറ്റും? ദൈവത്തിന് നടത്താൻ പറ്റും. ഒരു വാതിൽ അറിഞ്ഞാൽ അടുത്ത വാതിൽ തുറന്ന് ദൈവം നടത്തുമെന്ന് എനിക്കറിയാം. ഞാൻ ആരെയാ വിശ്വസിക്കുന്നത്? എന്റെ ദൈവത്തെ. എനിക്ക് ഇതുവരെ ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല എന്റെ ദൈവം. എങ്കിൽ എന്റെ ദൈവത്തിന് ഇനിയും എന്നെ പോറ്റുവാൻ കഴിയും. നമ്മൾ ആരോടും പരാതി പറയത്തില്ല. നമ്മളെ പരാതിയല്ല ആരോടാ? ദൈവത്തോടെ ചോദിക്കത്തുള്ളൂ. പരാതി പറയാൻ ഇതുവരെ ദൈവം അനുവദിക്കുന്നില്ല. അതിനു മുമ്പേ ആര് പ്രവർത്തിക്കും? ദൈവം. യേശയ്യാവിനെ പറയാറ്, ദൈവമേ, അങ്ങനെ എനിക്കൊരു സൃഷ്ടി തന്നതുകൊണ്ടാണ്. ഇതുപോലെ റെബേക്കയുടെ വയറ്റിൽ കിടന്നപ്പം തന്നെ അങ്ങ് പറഞ്ഞു, ഞാൻ ഇളയ സഹോദരനായ യാക്കോബിനെ എന്ത് ചെയ്യും? ഞാൻ സേവിക്കേണ്ടത്, അവരെ ബഹുമാനിക്കേണ്ടത്.
ബഹുമാനിക്കേണ്ട വന്നത് അവന്റെ കുറ്റമല്ല. കാര്യം എന്തുവാ? അല്ല, ബഹുമാനിക്കാൻ വന്നത് സ്തോത്രം അല്ലയോ മറ്റാരുടെയും കുറ്റമല്ല, അവന്റെ കുറ്റം തന്നെ. കാര്യം ഒരു ആഹാരത്തിന് വേണ്ടി, ക്ഷീണം മാറ്റാൻ വേണ്ടി, സ്വന്തം ജ്യേഷ്ഠാവകാശം ഒരു കപ്പ് പായസത്തിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് പായസത്തിന് വേണ്ടി എന്ത് ചെയ്തു? അവൻ അതിനെ വിറ്റു ഇല്ലാതെയാണ്. ഇങ്ങനെയുള്ളവനെ ദൈവനാമം ഏൽപ്പിച്ചാൽ ശരിയാവൂ? ദൈവനാമം ഏൽപ്പിച്ചാൽ ശരിയാവൂ? അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവനാമം എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിക്കാനുള്ളതാണോ? അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിക്കാനുള്ളതാണോ? ആണോ? അടുത്തത് സ്തോത്രം, വേട്ടയാടാൻ പോയി. യാക്കോബിന്റെ അമ്മയായ റെബേക്കയ്ക്കും ഒരു കാര്യത്തിൽ പൂർണ്ണമായുണ്ട്. ഈ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിക്കാനുള്ള സാധനമാണ്. പിതാക്കന്മാരുടെ ബ്ലെസ്സിങ്, അനുഗ്രഹം, അത് കുഞ്ഞുങ്ങളിക്കാവുള്ളതാണ്. ഞാൻ ഒരു ചിലരോട് കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവാസന്മാരെ, ആത്മാർത്ഥയോടെ ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവാസന്മാരെ കരയിപ്പിച്ചാൽ, ദുഃഖിപ്പിച്ചാൽ അത് ദൈവം ചോദിക്കും. ഈ പഴയ നിയമത്തിനകത്ത് പഠിക്കുമ്പോൾ ഒരുപാട് അതിനകത്ത് മനസ്സിലാക്കി തരും. ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ എന്തുള്ളതല്ല, കുഞ്ഞുകളിക്കാവുള്ളത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിക്കാവുള്ളതല്ല. ചുമ്മാ കയറി കാരണത്തെല്ലാം കയറി ചില പാസ്റ്റർമാര് പ്രാർത്ഥിക്കാറുണ്ട്, പിതാവും പുത്രൻ. അങ്ങനൊന്നും പ്രാർത്ഥിക്കാനുള്ള സാധനമല്ല ഇത് ഭയങ്കര വിലയുള്ള സാധനമാണ്. ബ്ലെസ്സിങ് ഭയങ്കര വിലയുള്ള സാധനമാണ്. അത് യോഗ്യതയുള്ളവന് മാത്രമേ ബ്ലെസ് ചെയ്യാവൂ, യോഗ്യതയുള്ളവന് മാത്രമേ പ്രാർത്ഥിക്കാവൂ. കാരണത്തും കയറുന്നിടത്തൊന്നും കയറി പ്രാർത്ഥിക്കാവുള്ളതല്ല ദൈവാസനം. ദൈവാസനെ ദൈവം വിളിച്ചിരിക്കുന്ന വിളി തിരിച്ചറിയാത്തോണ്ടാണ്, തെരഞ്ഞെടുപ്പ് തിരിച്ചറിയാത്തോണ്ടാണ് കാരണത്തും കയറുന്നിടത്തും എല്ലാം കയറി പ്രാർത്ഥിക്കുന്നത്. ബ്ലെസ്സിങ് കുഞ്ഞു കളിക്കാനുള്ളതല്ല. സുവിശേഷം എല്ലായിടത്തും പറയാം, പക്ഷെ പ്രാർത്ഥനയും ബ്ലെസ്സിങ് എന്ന് തന്നെ പറഞ്ഞ വിലയുള്ളതാണ്. ഇസാക്ക് അല്ല സ്തോത്രം, യാക്കോബ് ഇസാക്കിൽ നിന്ന് കബളിപ്പിച്ച് ബ്ലെസ്സിങ് പ്രാപിച്ചുള്ളൂ. ഇല്ലയോ? ബ്ലെസ്സിങ് പ്രാപിച്ചുള്ളൂ. ഞാൻ ഓർക്കുക, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അബ്രഹാം പിതാവിൽ പകർന്ന ബ്ലെസ്സിങ്, ഇസാക്ക് മേൽ പകർന്ന ബ്ലെസ്സിങ്. ഇസാക്ക് ആർക്ക് പറഞ്ഞു കൊടുത്തു? യാക്കോബിനെ പറഞ്ഞു കൊടുത്തു. യാക്കോബിനോടൊന്നും സ്വത്തും പ്രതാപവും ഒന്നും അല്ല കിട്ടിയത്. ബ്ലെസ്സിങ് വീണപ്പം മുതൽ യാക്കോബിന് ശോധനയും പ്രതികൂലമാണ്. ഈ സ്വന്തം ഭവനത്തിൽ പോലും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് അമ്മയോടൊപ്പം പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ആര് ഓടാൻ തുടങ്ങി? ബ്ലെസ്സിങ് കിട്ടിയപ്പോൾ മുതൽ ഓടാൻ തുടങ്ങി. ആര്? യാക്കോബ്. അടുത്ത ഇസാക്കിനെ, യെശയ്യാവിനെ അനുഗ്രഹിച്ചുള്ള പ്രശ്നം. യെശയ്യാവ് എന്ന് ചോദിച്ചു, ഇനിയും വേറെ അനുഗ്രഹം ഒന്നും ബാക്കിയില്ലേ? അപ്പം വന്ന് ഇല്ല മോനെ, എല്ലാ അനുഗ്രഹവും ആർക്ക് കൊടുത്തു? അവൻ കബളിപ്പിച്ചതാ. നിന്റെ പേര് പറഞ്ഞ്, നീയാണെന്ന് പറഞ്ഞ് എന്റെ റൂമിൽ വന്നു എന്റെ അന്ധതയെ, എന്റെ കാഴ്ചയില്ലായ്മയെ അവൻ മുതലാക്കിയതാ. യെശയ്യാവ് എന്ത് ചെയ്തു? നേരെ പോയി, അയ്യോ ഇനിയെങ്കിലും ദൈവം എന്നെ അനുഗ്രഹിക്കണമേ, അല്ലെങ്കിൽ ദൈവം എന്റെ കുറവ് ക്ഷമിക്കണമെന്നാണ് യെശയ്യാവ് പറഞ്ഞത്. യെശയ്യാവ് നേരെ പോയി ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമില്ലാത്തടത്ത് പോയി ബന്ധം കൂടി, ഇഷ്ടമില്ലാത്ത ജനതയോട് കൂടെ ആര് ചേർന്നു? ഇവനെ ദൈവം ബ്ലസ് ചെയ്താൽ പറ്റൂ. ഇന്ന് പലർക്കും ദൈവം ശുശ്രൂഷ കൊടുത്ത് കൃപാവരങ്ങൾ കൊടുത്തിട്ട് കർത്താവിന്റെ നാമം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇല്ലയോ? അത് പുതിയ നിയമത്തിനകത്ത് പറയുന്നു, അന്ത്യകാലത്ത് എന്റെ പേര് പറഞ്ഞ് പലരും വരും. പലരും കർത്താവ് യേശുവിന്റെ നാമം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കർത്താവ് യേശുവിനെ ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കാര്യം എന്തുവാ? യേശുവിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞിട്ടില്ല. അറിയേണ്ട രീതിയിൽ അറിഞ്ഞവനാണെങ്കിൽ അവൻ സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ അല്ലെങ്കിൽ നന്മയുടെ പിന്നാലെ പോകത്തില്ല. അവൻ യേശുക്രിസ്തു എന്ന് പറയുന്ന വലിയൊരു നന്മയുടെ പിന്നാലെ, യേശുക്രിസ്തു വെച്ചിരിക്കുന്ന സ്വർഗീയ പദവിയുടെ പിന്നാലെ അവൻ ഓടിയനെ. അവന് ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കഴിഞ്ഞ യൂട്യൂബ് മീറ്റിംഗിനകത്ത് പറഞ്ഞായിരുന്നു, യൂതയ്ക്ക് മാനസാന്തരപ്പെടാൻ അവസരമില്ലായിരുന്നു, രൂപാന്തരപ്പെടാൻ അവസരമില്ലായിരുന്നു. ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ലേ? അതേപോലെ ഓരോ ദൈവമക്കൾക്കും, ഞാൻ എന്റെ കുടുംബത്തിൽ 2 ആണുങ്ങളാൽ ഞങ്ങൾ ജനിച്ചെങ്കിൽ എന്നെ വാഗ്ദത്ത സന്തതിയാലെ വിളിച്ചപ്പോൾ, ഞാൻ വിളിച്ച വിളി തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ സകലതും വിട്ട് ആരുടെ പിന്നാലെ പോയി? യേശുവിന്റെ പിന്നാലെ. എന്റെ സഹോദരനും അതേപോലെ രൂപാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് യേശുവിന്റെ പിന്നാലെ വന്നായിരുന്നെങ്കിൽ അവരും വാഗ്ദത്ത സന്തതിയായനെ. അവരും 100 വട്ടം അവസരം കൊടുത്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് അവസരം ദൈവം തന്നിട്ടുണ്ട്, പക്ഷെ എന്റെ ഇരട്ടി അവസരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? എന്റെ സഹോദരന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവന് വരാൻ പറ്റുന്നില്ല. ഇതാ നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും നമ്മൾ പറയത്തില്ലയോ, അയ്യോ അവരെന്താ വരട്ടെ. അപ്പൊ നീ
ആരാ? വാഗ്ദത്ത സന്തതി. നിനക്ക് വാഗ്ദത്ത സന്തതിയാണെന്ന് നീ അറിഞ്ഞപ്പോൾ തന്നെ നീ സകലം വിട്ട് യേശുവിന്റെ പിന്നാലെ. പക്ഷെ നിന്റെ കൂടപ്പുറപ്പായി അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ വയറ്റിൽ ഒന്നിച്ച് നിന്നോടൊപ്പം ജനിച്ച പല സഹോദരന്മാർക്കും വരാത്തന്റെ കാര്യം അവർക്ക് അവസരം കിട്ടിയിട്ട് അവർ വരുന്നു. എല്ലാവർക്കും അവസരമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞേ, സകല പാപികൾക്കും ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ മുതൽ സകല ഈ ലോകത്തിൽ ജനിച്ച സകല പാപിക്കും വേണ്ടിയാണ് ആര് കാൽവരി ക്രൂശിൽ മരിച്ചത്? യേശു മരിച്ചത്. എല്ലാവർക്കും അവസരം തരുന്നു. എല്ലാവർക്കും രൂപാന്തരപ്പെടാൻ അവസരമുണ്ട്, മാറാൻ അവസരമുണ്ട്. മാറാത്തത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ ദൈവത്തിന്റെ സന്നിധി വരാൻ പറ്റാതെ. പക്ഷേ ദൈവം എല്ലാ ഉദരത്തിൽ നിന്നും പേര് ചൊല്ലി വിളിച്ചവരുണ്ട്. അവരെന്ത് ചെയ്യും? വാഗ്ദത്ത സന്തതിയായി. ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ സന്നിധി വന്നു, സ്തോത്രം. എനിക്ക് ഒരുപാട് ഓഫറുകൾ പലരും തന്നായിരുന്നു. പല ഓഫറുകൾ വിദേശത്ത് തന്നായിരുന്നു. ആ ഓഫറിൽ വഴി പോയായിരുന്നെങ്കിൽ ഞാൻ ആരെയും നിന്ന് വിട്ടുപോയനെ? ദൈവത്തിൽ നിന്ന് വിട്ടുപോയനെ. എന്റെ വാഗ്ദത്തം അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന വലിയ ആ വാഗ്ദത്ത സന്തതി എന്നുള്ള പേരിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തിട്ടേനെ? വിട്ടുപോയനെ. ഞാൻ എങ്ങനെ പോയനെ? ലോകപരമായി ചില മനുഷ്യനായി പോയനെ. ഇതാണ് ഇസ്രായേൽ ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ ഇസ്രായേലിൽ ജഡപ്രകാരം ജീവിക്കുന്ന മക്കളുമുണ്ട്, ദൈവത്തിന്റെ വാക്ക് സന്തതിയായിട്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഞാൻ വന്നതുകൊണ്ടാണ് ഞാൻ വാഗ്ദത്ത സന്തതിയായി. അതുപോലെ എന്റെ സഹോദരനോ സഹോദരിയോ എന്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ച സഹോദരനോ സഹോദരിയോ ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി ആവണമെങ്കിൽ അവര് പൂർണ്ണമായി വിട്ട് ദൈവത്തിലേക്ക് വരുന്നുവെങ്കിൽ എന്നെ പോലെ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? വാഗ്ദത്ത സന്തതി. നമ്മളെ എല്ലാം ദൈവം അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്ന മുമ്പേ നമ്മളെ എല്ലാം ആരെ വിളിച്ചതാ? കർത്താവ് വിളിച്ചതാണ്. പക്ഷെ നമ്മൾ സകലതും വിട്ടു വന്നാലേ നമ്മൾ ആരാവത്തുള്ളൂ? വാഗ്ദത്ത സന്തതി ആവത്തുള്ളൂ. സ്തോത്രം. യാക്കോബിന് ദൈവത്തിന്റെ വാഗ്ദത്തം കിട്ടിക്കഴിഞ്ഞപ്പോ മൊത്തം പ്രതികൂലമാണ്. സ്തോത്രം. ലാബാന്റെ അടുത്തോട്ട് ചെന്നു. ലാബാന്റെ അടുത്തോട്ട് ചെല്ലുക. അമ്മാച്ചന്റെ അടുത്ത് ചെല്ലുക. അമ്മയുടെ ആങ്ങളുടെ അടുത്തോട്ട് ചെല്ലുക. അവിടെ എന്ത് ചെയ്തു? അവനെ അമ്മാച്ചൻ കബളിപ്പിച്ചു. അമ്മാച്ചന്റെ നന്മ അനുഗ്രഹമല്ല ഇവൻ വന്നു കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. സ്തോത്രം. ഇവൻ വന്നു കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. കാര്യം എന്തുവാ? ദൈവത്തിന്റെ വാഗ്ദത്തം കിടക്കുന്നവനെ എവിടെ പോയാലും എന്ത് ചെയ്യും? അനുഗ്രഹപ്പെടും. അവൻ മാത്രമല്ല അനുഗ്രഹപ്പെടുന്നത്, അവന്റെ കൂടെ ഉള്ളവരെല്ലാം അനുഗ്രഹപ്പെടും. അതിന്റെ ഏറ്റവും വലുതാ യോന സ്തോത്രം കപ്പലിനകത്ത് കയറി. അവരെല്ലാം ചില ശോധനകളും പ്രതികൂലവും അനുഭവിച്ചെങ്കിലും അവർക്ക് ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാൻ പറ്റി. യോന വഴി അവർ രക്ഷ പ്രാപിച്ചു. യോന വഴി അവർക്കെല്ലാം രക്ഷിക്കപ്പെടാനുള്ള അവസരം കിട്ടി, മാനസാന്തരപ്പെടാനുള്ള അവസരം കിട്ടി. അത് കഴിയുമ്പോ പറയാ, യോനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുക? യഹോവയ്ക്ക് വേണ്ടി യാഗം അർപ്പിച്ചു. യഹോവയ്ക്ക് വേണ്ടി അവിടെ യാഗപീഠം പണിതു, അതിൽ മേൽ യാഗം വെച്ചു. അന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തുവാ? അവർ ദൈവത്തിന്റെ ജനമായി തീർന്നു. ആമേൻ. ദൈവമക്കളെ, നീ എവിടെ ചെന്നാലും അനുഗ്രഹപ്പെടും. നീ കാല് വെക്കുന്നിടത്ത് അനുഗ്രഹപ്പെടും. യാക്കോബ് അമ്മാച്ചന്റെ അടുത്ത് ചെന്നപ്പോൾ അമ്മാച്ചൻ എന്ത് ചെയ്യുക? അമ്മയുടെ ആങ്ങളെ എന്ത് ചെയ്യുക? അനുഗ്രഹം പ്രാപിക്കുക. സ്തോത്രം. അതിന്റെ ഒരു വാക്യോടൊന്ന് വായിക്കാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. അല്ല 31-ാം അധ്യായത്തിലേക്ക് വരാം. എന്നിട്ട് 7-ാം വാക്യം ഒന്ന് വായിക്കാം. 31-ന്റെ 7. കണ്ടോ? സ്തോത്രം. യാക്കോബിന്റെ അമ്മയുടെ സഹോദരനായ അമ്മാച്ചനെ കുറിച്ച് പറയുക. എന്ത് പറയുക? യാക്കോബ് അവന്റെ കൂടെ കൂടിയപ്പോ മുതൽ അനുഗ്രഹപ്പെടാൻ തുടങ്ങി. അവൻ അനുഗ്രഹപ്പെടാൻ തുടങ്ങി. ലാബാൻ അനുഗ്രഹപ്പെടാൻ തുടങ്ങി. സ്തോത്രം. ലാബാന്റെ മക്കളെ കല്യാണം കഴിച്ചു. യാക്കോബ് പറയുക, 10 പ്രാവശ്യം എന്റെ നന്മയെ ആര് തടഞ്ഞു? അവന്റെ ലാബാന്റെ മക്കളോട് പറയുക, നിങ്ങളെ അപ്പൻ എന്റെ 10 പ്രാവശ്യം എന്റെ നന്മകളെ തടഞ്ഞു. എന്റെ 10-14 വർഷക്കാലം എന്റെ വെറുതെ ആയി കളഞ്ഞു. മൊത്തം 21 വർഷത്തോളം എന്ത് ചെയ്തു? എന്റെ വെറുതെ കളഞ്ഞു. ആർക്ക് വേണ്ടി നിന്ന്? നിന്റെ അപ്പന് വേണ്ടി നിന്ന്. സ്തോത്രം. ദൈവജനം എവിടെ ഉണ്ട്? അവിടെ എന്തുണ്ടാവും? അനുഗ്രഹം പ്രാപിക്കും. ലാബാൻ അത് തിരിച്ചറിയായിരുന്നു. ലാബാൻ കൂട്ടി നിർത്തി അനുഗ്രഹം പ്രാപിച്ചു. പറയുക, 10 പ്രാവശ്യം എന്റെ നന്മയെ നിന്റെ അപ്പൻ തടഞ്ഞു. അടുത്ത വാക്യം വായിക്കാം. കണ്ടോ? ദൈവപൈതലിന്റെ നന്മയോ അനുഗ്രഹത്തെയോ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തടയാൻ പറ്റത്തില്ല. സ്തോത്രം. യാക്കോബ് പറയുക, അവൻ എന്റെ മേൽ ഇത്രയെല്ലാം എന്റെ നന്മകളെ അവൻ തടഞ്ഞെങ്കിലും ഇത്രയെല്ലാം പ്രതികൂലം എന്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവന്നെങ്കിലും അവൻ എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒതുക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ?
എന്റെ മേലെ എന്ത് കിടക്കുക? ദൈവത്തിന്റെ ബ്ലെസ്സിങ് കിടക്കുക. ആമേൻ. ദൈവം അനുവദിക്കാതെ എന്നെ ചെയ്യാൻ പറ്റത്തില്ല, തകർക്കാൻ കഴിയത്തില്ല. പ്രിയ മക്കളെ, അപ്പോൾ എല്ലാ ദൈവമക്കളും എല്ലാവരും കർത്താവിന്റെ സന്നിധി ബ്ലെസ്സിങ് പ്രാപിച്ചു വന്നപ്പോൾ, ബ്ലെസ്സിങ് കിട്ടി വന്നപ്പോൾ ശോധനകളും പ്രതികൂലവും ഉണ്ടായിരുന്നു. പക്ഷെ ആ ശോധനകളെയും പ്രതികൂലങ്ങളെ അവർ ജയിച്ചിട്ട് അവരാരെന്ന് തിരിച്ചറിഞ്ഞ് അവർ ദൈവസന്നിധി ഏറ്റു പറഞ്ഞപ്പോൾ മുതലാ ആരനുഗ്രഹിക്കാൻ തുടങ്ങി? ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. യാക്കോബിനെ ഏറ്റു പറഞ്ഞപ്പോഴാ മൽപ്പിടുത്തം എല്ലാം കഴിഞ്ഞിട്ടാ ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു വലിയ ജാതിയായി ബ്ലസ് ചെയ്യാൻ തുടങ്ങിയത്. സ്തോത്രം. ഇന്ന് പ്രിയ മക്കളെ ഓർത്തോ, സ്തോത്രം. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആര് വിശ്വസ്തന? കർത്താവ് നമുക്ക് വിശ്വസ്തന. ആ വിശ്വസ്തത പോലെ കർത്താവിന്റെ സ്ഥലം നമ്മളെ വിശ്വസ്തയോട് നിന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തിന്റെ നന്മ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും. ഏഷ്യാവിന് മാനസാന്തരപ്പെടുവാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഏഷ്യാവ് മാനസാന്തരപ്പെട്ടോ? ഏഷ്യാവിന്റെ ജ്യേഷ്ഠാവകാശത്തിന്റെ വില അറിയത്തില്ലായിരുന്നു. പക്ഷെ യാക്കോബിന് അറിയായിരുന്നു ഒരു ജ്യേഷ്ഠാവകാശത്തിന്റെ വില എന്തുവാണ്. സ്തോത്രം. ഇന്ന് പ്രിയ മക്കളെ, ഒരു ദൈവപൈതലിന് ദൈവമക്കളുടെ വില അറിയുന്നെങ്കിൽ മാത്രമേ, അവർക്ക് അവരവരുടെ വില മനസ്സിലാക്കുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശത്രുവിന്റെ സകല പ്ലാനെയും പദ്ധതി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജയിക്കുവാൻ കഴിയത്തുള്ളൂ. അവരെ അറിയാത്ത കാലത്തോളം അവർക്ക് ആരെ ജയിക്കാൻ പറ്റത്തില്ല? ശത്രു പിശാചിനെ ജയിക്കാൻ പറ്റത്തില്ല. ഇന്ന് പ്രിയ മക്കളെ, ഞാൻ വ്യക്തമായി വിളിച്ചു പറയുക, അന്ധവിശ്വാസത്തിന് പുറത്തു വന്നു. അന്ധവിശ്വാസത്തിന് നീ അടിമയാവല്ലേ. ദേശത്ത് എന്തോ ഭവിക്കട്ടെ, എന്തോ സംഭവിക്കട്ടെ, ഇതൊന്നും നിന്റെ കുടുംബത്തിനകത്ത് ഭവിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, യാക്കോബിന്റെ ഭവനത്തിനകത്ത് ആ വിചാരം ഫലിക്കുകയില്ല. എങ്കിൽ ഞാനും യാക്കോബിന്റെ സന്തതിയാ, ഞാൻ ദൈവത്തിന്റെ സന്തതിയാ, വാഗ്ദത്തപ്പെട്ട സന്തതിയാ. എന്റെ ഭവനത്തിനകത്ത് എന്ത് വരത്തില്ല? ഒരു ആ വിചാരം ഫലിക്കത്തില്ല. ഒരുവന്റെ വാക്ക് അല്ലെങ്കിൽ ഒരുവന്റെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും എന്റെ നന്മയെ അനുഗ്രഹത്തെ തടയുവാൻ പറ്റത്തില്ല. യാക്കോബ് പറയുക, ലാബാന് അവൻ എന്തൊക്കെ ചെയ്താലും എന്റെ അനുഗ്രഹത്തെ തടയാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. ഇന്ന് പ്രിയ മക്കളെ, പൂർണ്ണമായി കർത്താവിന്റെ സ്ഥലത്തേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് പകല് എന്നെ എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് വിളിച്ച് വേർതിരിക്കുന്ന ആരിയിരിക്കുക? കർത്താവായ യേശുവ. ആ കർത്താവായ യേശു എന്നെ എന്റെ കുടുംബത്തെ വേർതിരിച്ചു എങ്കിൽ എന്നെ എന്റെ വാക്തത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തടയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകല് ഒന്ന് പൂർണ്ണമായ ദൈവസ്ഥലേക്ക് ഒന്ന് ഏൽപ്പിക്കുക. എല്ലാവർക്കും കണ്ണുകൾ അടക്കുക, ദൈവസ്ഥലേക്ക് ഒന്ന് ഏൽപ്പിക്കുക. എന്റെ നന്മകളെ, എന്റെ അനുഗ്രഹങ്ങളെ, എന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ, എന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന നന്മകളെ, എന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങളെ, ദൂതുകളെ, എന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങളെ, ദൂതുകളെ, എന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ ഒരു പിശാചിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തടയുവാൻ കഴിയത്തില്ല. ഇന്ന് പ്രിയ ദൈവത്തിലെ നീ പൂർണ്ണമായ ദൈവസ്ഥലേക്ക് ഏൽപ്പിച്ചുകൊള്ളു. പൂർണ്ണമായ ദൈവസ്ഥലേക്ക് ഏൽപ്പിച്ചുകൊള്ളു. എന്റെ വാക്തത്വങ്ങളെ തടയുവാൻ ഒരു പിശാചി കഴിയത്തില്ല. എന്റെ നന്മയെ തടയുവാൻ ഒരു പിശാചി കഴിയത്തില്ല. അവന്റെ ഒരു പ്ലാനോ പദ്ധതിയോ എന്റെ കുടുംബത്തിനകത്ത് ജയിക്കത്തില്ല. ഞാൻ യേശുവിന്റെ കുടുംബമാണ്, ഞാൻ യേശുവിന്റെ കുടുംബത്തിൽ അംഗമാണ്. എന്നെ തുടരണമെങ്കിൽ യേശു അറിയണം. യാക്കോബ് പറഞ്ഞതുപോലെ എന്റെ അനുഗ്രഹത്തെ പൂർണ്ണമായി അവന് തടയാൻ പറ്റത്തില്ല. എന്റെ നന്മയെ അവന് പൂർണ്ണമായി തടയാൻ പറ്റത്തില്ല. കാര്യം എന്നെ വിളിച്ച് വേർതിരിച്ചുകൊണ്ട് കർത്താവായ യേശു ഇന്ന് പൂർണ്ണമായ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചുകൊള്ളു. ഓരോ കുടുംബത്തെ കർത്താവ് തുടരട്ടെ. ഓരോ കുടുംബത്തോടും പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ നിവർത്തിയാവട്ടെ. ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതം നിവർത്തിയാവട്ടെ. ഓരോ കുടുംബം കർത്താവിനെ ഒന്ന് തിരിച്ചറിയട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ഒന്ന് തിരിച്ചു വരട്ടെ. ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ഒന്ന് തിരിച്ചു വരട്ടെ. കർത്താവേ, ഇന്ന് യേശുവിന്റെ പ്രതിനിധിയെ നിന്റെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിന്റെ കുറവുകളെ പോരായ്മകളെ ഏൽപ്പിച്ചുകൊണ്ട് ശത്രുവിന്റെ സകല ദുഃഖത്തിൽ ജയിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറക്കുക. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ തുറക്കുക. എന്റെ യേശുവിനെ അനുഗ്രഹിക്കാൻ വിളിച്ചത് ഞാൻ അനുഗ്രഹം പ്രാപിക്കും. എന്റെ പല അനുഗ്രഹത്തിന്റെ ജീവിതത്തിനകത്ത് കുറയെങ്കിലും പുറമെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിന്റെ ജ്ഞാനം എന്റെ പകൽ എന്റെ മേൽ പ്രാപിക്കുക. പുതിയ മേഖലയിലേക്ക് കടന്നു വരേണ്ടപ്പ. ചില ശോധനകൾ പോകട്ടെ, ചില നിരാശകൾ മാറട്ടെ, ചില ലജ്ജിക്ക് പരിഹസിക്കുന്ന അപമാനിക്കുന്ന ചില അവസ്ഥകൾ മാറട്ടെ. ദൈവത്തിന്റെ ദൂതങ്ങൾ വെളിപ്പെടട്ടെ, ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. യേശുവേ, നിങ്ങളുടെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെടാത്തവരുടെ കുടുംബത്തിലേക്ക് തുറന്നു കർത്താവേ. കർത്താവേ, ആദ്യമേ ദൈവത്തെ
അഞ്ചു ദൈവത്തിൽ